സ്റ്റോറി ടൈം വിത്ത് അനു. ഇന്ന് നമ്മളോട് കൂടെയുള്ളത് ഒരു ആക്ടറാണ്, ഒരു ആങ്കർ ആണ്, ഒരു ഇന്റർവ്യൂവർ ആണ്, ഒരു ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണ്. സോ ശ്രീനാഥ്, വെൽക്കം ടു സ്റ്റോറി ടൈം വിത്ത് അനു. താങ്ക് യു. എന്താണ് വിശേഷം? ലൈക്ക് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ലൈഫ്? അടിപൊളി, എല്ലാം നന്നായിട്ട് തോന്നുന്നു. ഇങ്ങനെ ചാനലിൽ ഇന്റർവ്യൂ, ഒരു സിനിമയിലൊക്കെ ഇങ്ങനെ അഭിനയിച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് തോന്നുന്നു. എന്താണ് അപ്കമിങ് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ? ഇപ്പൊ ഞാൻ ഓൾറെഡി ഇപ്പൊ ഒരു മൂവി ചെയ്തിട്ടുണ്ട്, ബൂം ബാങ് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ റിലീസ് ഇപ്പൊ ഈ ഓണത്തിനോട് അനുബന്ധിച്ചുണ്ടാവും. അത് കഴിഞ്ഞിട്ട് മൂവി തന്നെ ഇനി കുറച്ച് ഫോക്കസ് ചെയ്യണമെന്നാണ്. കുറെ നല്ല ഇന്റർവ്യൂ ഒക്കെ എടുത്തില്ലേ, ഇനി ഇന്റർവ്യൂ ഇടുന്നൊന്നുമില്ല. എന്താണ് ലൈക്ക് ഒരു മീഡിയ ഇൻഡസ്ട്രിയിലോട്ട് വരാനുള്ളൊരു കാരണം? സത്യത്തിൽ എനിക്ക് വേറെ പരിപാടിയൊന്നും അറിയില്ല. അപ്പൊ പിന്നെ നമുക്ക് ഇതല്ലേ ചെയ്യാൻ പറ്റുക. ഞാൻ പഠിക്കുന്ന ടൈം തൊട്ട് തന്നെ പഠിക്കാൻ ഭയങ്കര കുറവുണ്ടായിരുന്നു. ഞാൻ ഒന്ന് രണ്ട് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പഠിക്കാൻ ഭയങ്കര കുറവുണ്ടായിരുന്നു. അപ്പൊ പഠിക്കാൻ കഴിവില്ലാത്തവന് കയ്യടി കിട്ടുന്ന എവിടെ നിന്നാണെന്നാണ് ഞാൻ അന്ന് നോക്കിയിരുന്നത്. അപ്പൊ അന്ന് ഈ ക്ലാസ്സിലും മിമിക്രിയൊക്കെ കാണിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ക്ലാപ്പൊക്കെ തരും. അപ്പൊ ഞാൻ നോക്കിയപ്പോ കൊള്ളാം, ഈ ഒരു സൈഡിൽ ഈ ചീത്തപ്പേര് മാത്രം, ഈ പഠിക്കാത്തതിന്. അപ്പൊ നമുക്കൊരു കയ്യടി കിട്ടുന്ന ഒരു ഏരിയ കണ്ടപ്പോ നമ്മള് സ്വാഭാവികമായിട്ട് അത് ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ ഞാനൊരു കലാകാരനായി മാറി, മിമിക്രിയും നാടകമൊക്കെ ചെയ്ത്. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സ്കൂളിലെ സാറുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കൂടെ കുറച്ച് കൂട്ടുകാരന്മാരുണ്ടായിരുന്നു, വീട്ടുകാരുണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു, എല്ലാവർക്കും. അപ്പൊ ഞാനൊരു കലാകാരനായി. ആ ഒരു മുദ്ര എനിക്കിങ്ങനെ പതിപ്പിച്ച് കിട്ടിയപ്പോൾ ഞാൻ പിന്നെ അതിൽ തന്നെ ഫോക്കസ് ചെയ്തു. പിന്നെ അങ്ങനെയാണ് കുറെ കറങ്ങി തിരിഞ്ഞാണ് ഇപ്പൊ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. മൂവി കയ്യടി കിട്ടുന്ന ഒരു മേഖല. അപ്പം എങ്ങനെയാണ് ജാങ്കോ സ്പേസ്? ജാങ്കോ ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് ഞാൻ എത്തിയത്. ജാങ്കോയിൽ ഇപ്പോഴാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഈ പരിപാടി തുടങ്ങിയിട്ട്. എന്താ പറയാ, നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഇപ്പൊ നമ്മുടെ നാട്ടില് നടക്കുന്ന ക്ലബ്ബുകളുടെ ആയിക്കോട്ടെ, അങ്ങനത്തെ പരിപാടികൾ. ഇപ്പൊ ബാലസംഘം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഘടനയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിലൊക്കെ നമുക്കൊരു അവസരം തന്നത് അവരാണ്, സ്റ്റേജിൽ കയറാൻ വേണ്ടി. അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്പലങ്ങള്, പള്ളികള്, അവിടത്തേക്ക് സ്റ്റേജ് പരിപാടികളിലൊക്കെ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞ് കയറാൻ മിമിക്രി കാണിക്കുക, ഇതൊക്കെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഞാൻ ഒരുപാട് ചെറിയ ചെറിയ ചാനലുകളിൽ, നമ്മുടെ KCV, കൊച്ചി കേബിൾ വിഷൻ, ഇങ്ങനെ കുറച്ച് കേബിൾ നെറ്റ്വർക്കിൽ കൂടി പോണ ചാനലുകളിൽ ഫോണിംഗ് പ്രോഗ്രാം ഒക്കെ നടത്തി. അപ്പൊ ഈ ഓൾ കേരള പോകുന്ന ചാനലുകളിലൊക്കെ ഫോണിംഗ് പ്രോഗ്രാം ഒക്കെ നടത്തുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആൾക്കാർ എന്നെ വിളിക്കുന്നു. എന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ നോക്കിയപ്പോ കൊള്ളാം, ഞാൻ ചെയ്യുന്ന പരിപാടിയൊക്കെ എങ്ങനെയൊക്കെ എവിടെയോ വർക്ക് ആവുന്നുണ്ട്. അങ്ങനെ വന്ന് അവസാനം ഇതേപോലെ ജാങ്കോ സ്പേസിലെ ആങ്കറായിട്ട്, ഇങ്ങനെ ആങ്കറായിട്ടല്ല ആക്ച്വലി ഞാൻ അവിടെ വന്നത്, സോഷ്യൽ മീഡിയ പ്രൊമോട്ടർ ആയിട്ടാണ് ഞാൻ വന്നത്. സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അവിടെ ഒരു ആങ്കർ ഇല്ലാണ്ടായിപ്പോയി, ഒരു ഗസ്റ്റിന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എന്റെ മനസ്സിൽ ഇതാണ്, എങ്ങനെയെങ്കിലും ഇന്റർവ്യൂ ചെയ്യണം. പക്ഷെ ഇവർക്ക് അറിയില്ലല്ലോ ഞാൻ ഇന്റർവ്യൂ ചെയ്യോ ഇല്ലേ. ഞാൻ TV ചാനലിലാണ് ചെയ്തേക്കുന്നത്. അത് ഇവരൊന്നും കാണാനും വഴിയില്ല, നമുക്ക് ഈ കേബിൾ നെറ്റ്വർക്കിൽ കൂടി പോകുന്ന ഇതില്ല. അങ്ങനെ എനിക്കൊരു അവസരം തന്നതാ. അപ്പൊ ആ ഇന്റർവ്യൂ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഇവർക്കും മനസ്സിലായി, ഇവനെന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യും, അപ്പൊ ഇവന് ഇതും കൂടി യൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ എനിക്ക് വേറെ ഇന്റർവ്യൂസ് തന്നു. പിന്നെ ഞാൻ ഇന്റർവ്യൂ മാത്രമായി, സോഷ്യൽ മീഡിയ ഒക്കെ മാറ്റി വെച്ചു. കാരണം നമുക്ക് ആഗ്രഹമുള്ളത് ഇവിടെയല്ലേ. അങ്ങനെയാണ് പിന്നെ ജാങ്കോലങ് സ്ഥിരമായി. അപ്പം ഒരു ആക്ടർ അല്ലെ ഒരു ഇന്റർവ്യൂവർ, അപ്പൊ ഏതായിരിക്കും തെരഞ്ഞെടുക്കുക? ആക്ടർ. നമ്മളെല്ലാവരും ഇപ്പൊ കലാകാരൻ എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ആങ്കറിങ് ചെയ്യുന്നതായിക്കോട്ടെ, ഡബിങ് ചെയ്യുന്നതായിക്കോട്ടെ, മിമിക്രി ചെയ്യുന്നതായിക്കോട്ടെ, ഡാൻസർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇതിലൊരു 85% ആൾക്കാർക്കും ഉള്ളിൽ ആക്ടിങ്ങിനോട് താല്പര്യമുണ്ട്. എനിക്ക് സ്വാഭാവികമായിട്ടും ആക്ടിങ് എന്റെയൊക്കെ മനസ്സിലേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ഒന്നും കൂടി ഞാൻ പറയാണ്, ഏറ്റവും വലിയ തെറ്റാണ് നമുക്ക് ഇത്രയും അവസരങ്ങൾ കിട്ടിയിട്ട് പഠിക്കാത്തത്. കാരണം അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് നമ്മളെ സ്കൂളിലേക്കൊക്കെ വിട്ടിട്ട് നമ്മൾ പഠിക്കാതിരിക്കുന്നത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷെ എനിക്കായിട്ടുള്ള കഴിവില്ലായിട്ടാണോ ഞാനത് ഉപയോഗിക്കാണ്ടാണോ എനിക്കറിയില്ല, ശ്രദ്ധയില്ലായ്മയായിരിക്കും. ഈ അച്ഛനമ്മയൊക്കെ സ്കൂളിലേക്കൊക്കെ വിടുമ്പോൾ പഠിക്കാൻ കഴിവില്ലാണ്ടാവുമ്പോൾ നമ്മൾ പിന്നെ ചിന്തിക്കുന്നത് നേരെ നാടകം, മിമിക്രി, ഇതൊക്കെയാണ്. അപ്പൊ അന്ന് എൻ്റെ മനസ്സിൽ കലാപവും മണിച്ചേട്ടൻ, ഇവരൊക്കെ എല്ലാവരും പറയും മണിച്ചേട്ടനൊന്നും അധികം സ്കൂളിലൊന്നും പോയിട്ട്, നമ്മൾ ക്ലാസ്സിൽ പിള്ളേരെന്ന് പറയാം, ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയാം, ഇവിടെ മണിച്ചേട്ടനൊന്നും വലിയ സ്കൂളിലൊന്നും പോയിട്ടില്ല, അധികം പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ പുള്ളിക്ക് ഇത്രയും വലിയൊരു കലാകാരനായില്ലേ. പുള്ളിക്കാരൻ പാട്ട് പാടുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചില്ലെങ്കിലും നമുക്ക് സിനിമയിൽ ചാൻസ് കിട്ടും, ഇങ്ങനെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായി. നാടകങ്ങൾ വരുന്നു സ്കൂളിലൊക്കെ, അപ്പൊ എല്ലാവരും നമ്മുടെ നാടകമൊക്കെ കാണുമ്പോൾ ഭയങ്കര കയ്യടിയൊക്കെയാ. അപ്പൊ എൻ്റെ ഒരു വിശ്വാസം 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു നടനാവുന്നായിരുന്നു.
ആ വിശ്വാസം കൊണ്ട് 10 കൊല്ലം നടന്നു, 15 കൊല്ലം നടന്നിട്ടും ആ വിശ്വാസം മാത്രം ഉണ്ടായിരുന്നു, എവിടെ എത്തിയില്ല. അപ്പൊ എന്നിട്ടും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ആ ട്രൈയുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ജാങ്കോ സ്പേസിൽ ഒരു അവതാരകനായതും ഒരു നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആയതും, നല്ലൊരുന്നല്ല ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആയതും ഇപ്പൊ ഒരു ആക്ടർ ആയതും. അത് ആക്ടിങ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഡബിങ് ചെയ്യുന്നതും ആങ്കറിങ് ചെയ്യുന്നതും ഒക്കെ. ഫസ്റ്റ് മൂവിയില് ഷൈൻ ടോം ചാക്കോമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അത് ശരിയാ, ഷൈൻ ടോം ചാക്കോമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട്. അതെങ്ങനെ അറിയോ, കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിലാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പൊ എന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചിട്ട് എന്നെ ഇങ്ങോട്ട് വിളിക്കണമെങ്കിൽ ഞാൻ അതേപോലെ അയാളെ ശല്യം ചെയ്തിട്ടുണ്ട്. ആ ചേട്ടനെ എന്നെ വിളിച്ചിട്ട് നീ വാ, ഇവിടെ ഒരു പരിപാടി ഉണ്ട്, ചെറിയൊരു പരിപാടി, നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അപ്പൊ ഈ നമ്മളെ ഒരുപാട് പേര് ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ട്. പറ്റിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യം അങ്ങനെ ആക്കുന്നതായിരിക്കും. ചിലപ്പോ സിനിമയിൽ അഭിനയിക്കാന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോവുക, ലൊക്കേഷനിൽ കൊണ്ടിരുത്തുക, പറഞ്ഞു വിടുക, അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ കുറെ നിർത്തിയിട്ടൊക്കെ ഉണ്ട്. നല്ലൊരു ഡയലോഗുള്ള സീനാന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട്. അപ്പൊ ഈ ഒരു സാധനം തന്നെയാണ് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ പോണോ വേണോ, വീണ്ടും അവിടെ കൊണ്ടേ നിർത്താനായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ പതിപോലെ തന്നെ ഒരു ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ഒരു ബസ്സിനകത്താ. ആ ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നു. ഷൈൻ ടോം ചാക്കോ, വിശ്വാസം അതെല്ലാം, അതാണ് സിനിമയുടെ പേര്. ഷൈൻ ടോം ചാക്കോയും അൻസിബയും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ സീനാണ് അതില്. ആ ബസ്സിലെ ബിജു മനോജ് കെ ജി ചേട്ടനും ഉണ്ട് അതിനകത്ത്. അപ്പൊ ഈ ഒരു സീനിൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയില്ല കഴിഞ്ഞിട്ടിരിക്കുക. അപ്പൊ ഞാൻ ആലോചിക്കുക, വീണ്ടും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഇരുത്തുക. അല്ല, പിന്നെ എനിക്ക് വിളിച്ച പാടെ ഒരു വലിയ ചാൻസ് തരാൻ ഞാൻ അത്ര വലിയ ആളൊന്നല്ല. പക്ഷെ എന്നാലും എന്റെ ഉള്ളിൽ എന്നോട് തന്നെ ഒരു കുറ്റബോധം. ഇത്ര വർഷമായില്ലേ നീ സിനിമയുടെ പുറകെ കിടക്കുന്നു, ഇപ്പോഴും അവിടെ എവിടെയും കൊണ്ടേ നിർത്താനുള്ളൂ. അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോ വൈകുന്നേരം ആയപ്പോ ഒരു 4 മണി 4:30 ആയപ്പോ ഒരു ടീ ബ്രേക്ക് വന്നു. ആ ടൈമിൽ ഒരാൾ പറഞ്ഞു, ശ്രീനാഥ് നിന്റെ ഡയലോഗ് പറഞ്ഞുകൊണ്ട്. അവർ എന്റെ ഡയലോഗോ? എന്താ ഡയലോഗ് എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ പേഴ്സ് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും, തിരിച്ചിരുമ്പോ ആ സീനിൽ കണ്ടില്ലേ, അത് കിട്ടിയാന്ന് എന്റെ സന്തോഷം ഉണ്ടല്ലോ. കാരണം മലയാള സിനിമയില് ആദ്യമായിട്ടൊരു ഡയലോഗ് പറയാ ഞാൻ. അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. ഡയലോഗ് ഓർമ്മയുണ്ടോ? എന്താണ് ഈ 30 രൂപയ്ക്ക് വേണ്ടിട്ടാണോ എന്നെ ഈ ഇവിടെ മൊത്തം ഓടിച്ചത് ചോദിക്കുന്നത്? അത് തന്നെ മുന്നേ പറഞ്ഞില്ലേ പഠിക്കാത്തവർക്ക് സിനിമയാണ് നല്ലതെന്ന്. ശ്രീനാഥൻ എപ്പോഴും തോന്നിയിട്ടുണ്ടോ സിനിമ അത്ര പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയാണെന്ന്? ഒരിക്കലും തോന്നിയിട്ടുണ്ട്. ആ തോന്നലാണ് നമ്മൾ ഇതിന്റെ പുറകിലേക്ക് ഇറക്കി വിടുക. പക്ഷെ അത് തോന്നല് മാത്രമാണ്. ഒരിക്കലും നമ്മളൊരു നെപ്പോ കിഡോ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ അച്ഛൻ ഒരു പ്രൊഡ്യൂസറോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോ സാധ്യതകളുണ്ട്. ഇതൊന്നും അല്ലാത്തവൻ ഒരുപാട് പറയില്ല. അപ്പൊ ഞാനൊക്കെ ആദ്യം വിചാരിച്ച് പറഞ്ഞ പോലെ 10ാം ക്ലാസ് ഒക്കെ നാടകത്തിലൊക്കെ അഭിനയിച്ചില്ലേ, ഇനിയിപ്പോ മിമിക്രി കാണിക്കുന്ന നാട്ടില്, അപ്പൊ ഒരു കലാകാരൻ എന്നുള്ള പേര് നാട്ടിൽ വീണ് കഴിഞ്ഞാൽ ഞാനൊരു സിനിമ നടനാവുന്ന എന്റെ ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ നടന്നു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായേ, നമ്മളെപ്പോലെ നടക്കുന്ന ആയിരക്കണക്കിന് പിള്ളേര് കേരളത്തിലുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇവരെയൊക്കെ തട്ടി മാറ്റിയിട്ട് നമ്മളെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിവ് വേണം, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് എവിടെയെങ്കിലും നമ്മൾ പ്രകടിപ്പിക്കണം. ഇതൊന്നും ചെയ്യാത്തവന്, ആഗ്രഹം കൊണ്ട് നടക്കുന്നവന് എന്നും ആഗ്രഹമായിട്ട് നടക്കുള്ളൂ. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇതിൽ ഇറങ്ങണം, എന്നാലേ നോക്കി പറയുന്നതൊക്കെ കിട്ടുള്ളൂ. ഒരിക്കലും സിനിമ ഈസി അല്ല. ഒരുപാട് പേരാണ് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ കിടന്ന് ഇതിന്റെ പുറകെ കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ. എവിടെ എത്താതെ പോയ എന്തോരം ആൾക്കാരുണ്ട്. ജീവിതം തന്നെ കൊണ്ടുപോയി കോളമാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഈസി അല്ല. അപ്പം സിനിമ ഇപ്പം പാഷൻ ഉള്ളവരുടെ അടുത്ത് അപ്പം ശ്രീനാഥൻ എന്താ പറയാനുള്ളത്? ഒരു പഠിത്തം കഴിഞ്ഞിട്ട് ഈ ഒരു ഇതിലേക്ക് ഫോക്കസ് ചെയ്യുക. ബിക്കോസ് ഓൾറെഡി ഒരു ഡിഗ്രി ഉണ്ട് അവരുടെ കയ്യിൽ. ഇത് സക്സസ് ആയില്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അതാണോ ബെറ്റർ, അല്ലെങ്കിൽ നേരെ അവരുടെ പാഷൻ ഫോളോ ചെയ്യാന്നുള്ളതാണോ ബെറ്റർ? അല്ലടാ, ഞാൻ പറയട്ടെ, വിദ്യാഭ്യാസം അത് ചിലപ്പോ എല്ലാവർക്കും അത് ഉണ്ടായിരിക്കണമെന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പഠിക്കാതിരുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മള് ചിന്താഗതിയൊക്കെ വേറെ. ബാക്ക് ബെഞ്ചർ എന്ന് പറഞ്ഞാൽ അഹങ്കരിച്ചിരുന്നിരുന്ന ഒരാളാണ് ഞാനൊക്കെ. അതല്ല ശരിക്കും പറഞ്ഞ കഴിവുണ്ടെങ്കിൽ, ഇപ്പോ ആരായാലും വിദ്യാഭ്യാസം ഉണ്ടായിക്കോട്ടെ ഇല്ലായിരുന്നോട്ടെ, അവന് കഴിവുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണം, എങ്കിൽ ലക്ഷ്യത്തിലെത്തും. പക്ഷെ ഞാൻ എല്ലാവരോടും ഞാൻ പറയുന്നത്, ഇപ്പൊ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയാണ്, നമ്മുടെ ഉള്ളിൽ കഴിവുണ്ട്. നമ്മൾ ഈ സിനിമ എന്ന് പറഞ്ഞ ഈ ലോകത്തേക്ക് നമ്മൾ കാല് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി
ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവണം. എല്ലാവരുടെയും ചിന്ത, ഒരു വിഭാഗം ആളുകളുടെ ചിന്ത സിനിമയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ പൈസയായി, ആഡംബര ജീവിതമായി, അപ്പൊ എന്റെ ഫാമിലിനെയും എന്നോട് മിണ്ടാതെ നടക്കുന്ന കസിൻസിനെയും എന്റെ നാട്ടിലെ നാട്ടുകാരെയും ഫ്രണ്ട്സിനെയും ഒക്കെ ഹാപ്പി ആക്കാം. ആ ഒരു ചിന്ത, ആ ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഒരു സ്കില്ലില്ല, ഒരു ജോലി അറിയില്ല. സിനിമയുടെ പുറകെ നടന്ന് ഈ നടക്കാൻ കാരണം ഏതെങ്കിലും ഒരുത്തൻ പറ്റിക്കും. നീ ഒരു പണി, നമ്മുടെ പടവർണ്ണം തുടങ്ങുന്നുണ്ട്, അതിൽ നീ നല്ലൊരു ക്യാരക്ടർ ചെയ്തോ, അത് ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെ പറയുന്ന ആരോ പറയുന്ന വാക്ക് കേട്ടിട്ട് അങ്ങ് ഇറങ്ങി തിരിക്കുകയാണ്. ഈ പറഞ്ഞവന് അവരുടെ സിനിമയും നടക്കൂല, നമ്മൾ പ്രതീക്ഷിച്ച സിനിമയും പറ്റില്ല. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിയും. വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യം സപ്പോർട്ട് ചെയ്ത കൂട്ടുകാർ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത വീട്ടുകാർ കൈവിട്ടിട്ടുണ്ടാവും. നമ്മുടെ കയ്യിൽ 5 പൈസ ഉണ്ടാവില്ല. കുറെ വർഷങ്ങൾ കഴിഞ്ഞു, അപ്പൊ നോക്കുമ്പോ കൂടെ ഉള്ളവരൊക്കെ രക്ഷപ്പെട്ടേക്കുന്നു. ഞാൻ ഈ സിനിമ എന്നും പറഞ്ഞ് എവിടെ എത്തിയില്ല. അപ്പോഴാണ് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുക. പിന്നെ കയ്യും കാലിട്ട് കുറെ അടിച്ചു നോക്കും. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഞാനൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരു 5 വർഷം മുമ്പ് നല്ല ചുള്ളൻ, അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് നല്ല അടിപൊളിയായിട്ട് നടന്നിരുന്ന പിള്ളേര്, ഞാൻ നോക്കി NGO ക്വാർട്ടേഴ്സിന്റെ അവിടെയൊക്കെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നുപോയി. എന്ത് ഭംഗിയായിരുന്നു കാണാൻ. ഒരു എന്താ പറയാ, അവൻ അങ്ങനെ നടന്നിരുന്നതാ. ഭയങ്കര ബ്രാൻഡഡ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടന്നിരുന്ന ഒരുത്തൻ ഒരു മുഷിഞ്ഞ മുണ്ട്, ഒരു കീറിയ ബനിയാനൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്താണ് ഇവിടെ? അല്ല, ഒരു എഴുത്ത് നടക്കുന്നുണ്ട്, താടിയൊക്കെ നരച്ച്. പക്ഷെ ഇത്ര വർഷമായിട്ട് അല്ലല്ല ഈ പരിപാടി ഓണാവും. അപ്പോഴും അവൻ ആ പരിപാടി കൈവിട്ടിട്ടില്ല. ഞാൻ പറയുന്നത്, നമ്മൾ ഈ സിനിമ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരിക്കലും നമ്മളെ നശിക്കാൻ വേണ്ടിയിട്ട്, ഒരാളുടെ ഫാമിലി നമ്മൾ നശിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കില്ല. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും അവർ ചിലപ്പോൾ ആദ്യം സപ്പോർട്ട് ചെയ്യും, പിന്നെ വേണ്ടാന്ന് പറയും, പിന്നെ നമ്മൾ ഇതിൽ നിന്ന് മാക്സിമം പിന്തിരിപ്പിക്കും. ചിലർ പറഞ്ഞിട്ടില്ല, എന്റെ ഫാമിലി എന്റെ ഒരാളും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞാൻ മാത്രം അധ്വാനിച്ചുണ്ടാക്കിയെന്ന്. അവർക്ക് ആഗ്രഹമില്ലാണ്ടല്ല എന്റെ മോൻ അല്ലെങ്കിൽ എന്റെ മോള് ഇനി എവിടെ എത്താണ്ടായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരൊക്കെ പറയണേ. ഞാൻ പറയുന്നത്, ഫാമിലിനെ സേഫ് ആക്കുക, സ്വന്തമായിട്ടൊരു വരുമാനം നമ്മൾ കണ്ടെത്തുക, എന്നിട്ട് അതിന്റെ കൂടെ ഈ പാഷന്റെ പുറകെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടും. കിട്ടിയാൽ അത് ബോണസാണ്, ബാക്കിയെല്ലാം. ഇനി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജോലിയും നമ്മുടെ ഫാമിലിയൊക്കെ അവിടെ സേഫാണ്. നമ്മൾ ഒരുമാതിരി പ്രാന്തനാവില്ല, അടുത്ത പരിപാടിയൊക്കെ പോകും നമ്മൾ. അപ്പൊ അതേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ. സിനിമയുടെ പുറകിലേക്ക് നിങ്ങൾ എല്ലാവരും അറിയിക്കോ. സിനിമ നല്ലൊരു എന്താ പറയാ, ഒരു എന്റർടൈൻമെന്റ്, എല്ലാവരും ഏറ്റെടുത്തേക്കുന്ന ഒരു സംഭവമൊക്കെയാണ്. പക്ഷെ അത് ഈസി അല്ല. അതിന്റെ പുറകെ ആഗ്രഹം കൊണ്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവിതം ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മള് ഫാമിലിനെ സേഫ് ആക്കുക, വരുമാനം ഒരു സൈഡിൽ കൂടി കണ്ടെത്തുക. ഒന്നും വേണ്ട, സൊമാറ്റോ ഓടാൻ പോയാൽ മതി. കയ്യിൽ 5 ഒരു ദിവസം നമുക്ക് ചെലവിനുള്ള പൈസ കിട്ടും. നമ്മൾ ഈ പിച്ചക്കാരെ പോലെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും നമ്മുടെ പൈസയൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മളത് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും സിനിമയുടെ പുറകെ ഇറങ്ങിക്കോ, ഇതേപോലെ സേഫ് ആയിട്ട് ഇറങ്ങുക. ഫാമിലിന്നൊക്കെ എങ്ങനെയായിരുന്നു സപ്പോർട്ട്? ലൈക്ക് ഇപ്പം പറഞ്ഞല്ലോ, കുറെ പേരൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. ശ്രീനാഥിനെ ഓക്കെ ഇത് ചെയ്തോ, ബിക്കോസ് മുന്നേ പറഞ്ഞു ഒരു ബാക്ക് ബെഞ്ചർ ആയിരുന്നു എന്ന്. അപ്പം ഒരു ബാക്ക് ബെഞ്ചർ ഈ ഒരു നിലയിലേക്കൊക്കെ എത്തും എന്ന് പറഞ്ഞ ഒരു രീതിയിൽ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നോ ഫാമിലിയുടെ സൈഡിൽ നിന്ന്? ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്റെ ഫാമിലി. എന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും എന്റെ അമ്മയും എന്റെ 2 അനിയന്മാരും. അവര് ഒരു പക്ഷേ അവർക്ക് വേണമെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് ഓടിക്കായിരുന്നു. കാരണം ഞാൻ ഇതിന്റെ പുറകെ വർഷങ്ങൾ നടന്നിട്ടുണ്ട്. അവരും എന്റെ അനിയന്മാരും കാണുന്നതാണ് എന്റെ കൂടെ നടന്നിരുന്ന പിള്ളേരൊക്കെ അത്യാവശ്യം ജോലിയൊക്കെ മേടിച്ച് സ്വന്തം കാലിൽ നിൽക്കുമ്പോഴും ഞാൻ നാളെ എനിക്ക് കിട്ടാൻ പോകുന്ന ഒരു സിനിമയുടെ പുറകെ നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു സമയത്ത് എന്റെ കയ്യിൽ നിന്ന് ഞാൻ പോകുന്ന തോന്നിയൊരു സമയത്താണ് നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുമല്ലോ. അപ്പോഴാണ് മനസ്സിലായത്, എന്റെ ഫാമിലീനെ ഒഴിവാക്കി വിട്ട് എനിക്ക് വേണമെങ്കിൽ ഈ പണ്ട് പറയൂലേ, എല്ലാരും വിട്ട് ഞാൻ ചെന്നൈക്ക് പോയി, ഒരു ദിവസം ഞാൻ നന്നായി തിരിച്ചു വന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചതാ. എല്ലാരും വിട്ട് അങ്ങ് പോവാം, വല്ല കോടമ്പക്കത്ത് പോയി പൈപ്പ് വെള്ളവും കുടിച്ച് നടക്കാം, പഴയ ആൾക്കാരൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്ന ആളാ. പക്ഷെ ഞാൻ എന്റെ അച്ഛൻ്റെയോ എന്റെ അമ്മയുടെയോ എന്റെ അനിയന്മാരുടെയോ കയ്യിൽ നിന്ന് എന്റെ ചെലവിന് വേണ്ടി ഒരു 100 രൂപ മേടിക്കാതെ ഞാൻ ഇതിന്റെ പുറകെ നടന്നു. അപ്പോഴും ഞാൻ നന്നായിട്ടില്ല. ഇവർക്ക് എല്ലാവർക്കും ആ ഒരു ടെൻഷൻ ഉണ്ട്. എന്നിട്ടും അവര് ഓക്കെ, അവന് ശല്യമില്ലാണ്ട് അവന്റെ പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്, നടക്കട്ടെ, എന്തെങ്കിലും അവൻ നന്നാവും എന്നുള്ളൊരു വിശ്വാസം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം എനിക്ക് അറിയാവുന്ന, ഞാൻ കാർ ഓടിക്കാൻ പോയിട്ടുണ്ട്, ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട്. പിന്നെ എന്റെ അച്ഛന് കടയുണ്ട്, ഈ പപ്പടം ഇതെല്ലാം വിൽക്കുന്നത്, ഞാൻ അത് സെയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്.
ഇതെല്ലാം വിട്ടിട്ട് ഞാൻ ഇതിന്റെ പുറകിലേക്ക് ഇറങ്ങിയപ്പോഴും ഞാൻ എന്റെ വരുമാനം ഞാൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പലരുടെയും വാഹനങ്ങൾ ഓടിക്കാൻ പോയിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഇവിടെ ഇപ്പോഴും ഞാൻ എവിടെ എത്തിയെന്നല്ല പറയുന്നത്, അത്യാവശ്യം ആളുകൾ അറിയപ്പെടുന്ന ഒരു അവതാരകനാവാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ സിനിമ കിട്ടി തുടങ്ങി, എനിക്ക് ഡബ് ചെയ്യാൻ പറ്റിയ നല്ല നല്ല സിനിമകളിൽ എനിക്ക് അത്യാവശ്യം ഈ മേഖലയിൽ കൂടി. എന്താണ് അവന്റെ ജോലി? അവൻ ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിക്കേണ്ടത് ഇപ്പൊ അവന് അവതാരകനൊക്കെയാണെന്ന്, അതാണ് എന്റെ ജോലി എന്ന് നാട്ടുകാരും എല്ലാവരും പറയുന്നൊരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടുകാരുടെ സപ്പോർട്ട് തന്നെ ഒരു നല്ല രീതിയിൽ അവരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല അവരെന്തുകൊണ്ടാണ് ഒരു സമയത്ത് അവരെന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാഞ്ഞത്, എനിക്കറിയില്ല. കാരണം അത്രയും സപ്പോർട്ട് എന്റെ ഫാമിലി എനിക്ക് തന്നിട്ടുണ്ട്. അതില് എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ അനിയന്മാരോട്, ഒരു സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവരെന്നെ ചെയ്തിട്ടുള്ളത്. എന്നിട്ടും എന്നെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടില്ല. അവിടെ ചേട്ടൻ ഒരു ദിവസം രക്ഷപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ടാവും. അത് ഞാൻ തെറ്റിച്ചിട്ടില്ല. ഞാനിങ്ങനെ എത്തും, ഇനിയും എത്താനുണ്ട്, എത്തും ഞാൻ. ഒരു ഇന്റർവ്യൂ ചെയ്യാനാണോ അല്ലെങ്കിൽ ഒരു ആക്ടിങ്, ഇതിലേതാ എളുപ്പം? ഞാൻ പറയട്ടെ, നീ ഒന്ന് കരഞ്ഞേ. പെട്ടെന്ന് കരച്ചിലൊന്നും വരത്തില്ല. എന്തേ? അതൊരു ആക്ടിങ്ങിന്റെ ഭാഗമല്ലേ? അതെന്താ പെട്ടെന്ന് കരച്ചിൽ വരാത്ത? വരില്ല. പക്ഷെ എന്തോരം ആൾക്കാരെ കരയുന്നേ, ഇത്രയും ക്യാമറ വെച്ച് ഇത്ര ആൾക്കാരുടെ മുമ്പിൽ നിന്ന് കരയുന്നില്ലേ? അപ്പൊ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാ, ഓ അവരെങ്ങനെ അത് കരയുന്നേ, അപ്പൊ അതൊരു ബുദ്ധിമുട്ടില്ലേ? ആക്ടിങ് ആണ് കുറച്ചുകൂടി പാട്. ഇനി എന്നെ കുറിച്ച് ഒരു ഇൻട്രോ പറഞ്ഞേ. ഞാനൊന്ന് പ്രിപ്പയർ ചെയ്യണം ഇല്ലേ? അപ്പൊ അതിനും ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മോശമൊന്നും പറഞ്ഞല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് എല്ലാ മേഖലയ്ക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഉള്ളിലെ ആഗ്രഹമാണ് നമ്മളെ ആ ബുദ്ധിമുട്ടുകളെ കവർ ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് സജീവമാവുന്നത്. ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡില് ബുദ്ധിമുട്ടുണ്ട്. ഞാനും പല സമയത്തൊക്കെ ഇന്റർവ്യൂ ഒക്കെ എടുക്കുമ്പോ പേടിച്ചിട്ടുണ്ട്. ചിലവരൊക്കെ ചോദ്യമൊക്കെ ചോദിക്കുമ്പേ, സാറിന്റെ നമ്മൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കില്ലേ, നമ്മളിങ്ങനെ ഇത്ര വർഷമായി 10 വർഷത്തെ സിനിമാ ജീവിതത്തെ കുറിച്ച് നോക്കിക്കാണുമ്പോ എന്താണ് സാറിന് തോന്നുന്നത്? അടിപൊളിയായിരുന്നു. അപ്പൊ ഞാൻ ഒറ്റ വാക്കിൽ നിർത്തി. അപ്പൊ ഞാൻ പെട്ടു. ഓക്കെ, സാറിന്റെ ആദ്യത്തെ പടത്തിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേ. അത് ആദ്യത്തെ പടമല്ലേ, അതെനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ ഞാൻ പെട്ട്. അപ്പൊ നമുക്ക് അടുത്തത് ഇങ്ങനെ, അപ്പൊ അതും ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ? ക്വസ്റ്റ്യൻസ് തീർന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ആളെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ തനി ചിലപ്പോ ഇതിനാണ് നീ എന്നെ വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കും. അപ്പൊ അതും ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, എന്ത് കാര്യത്തിനും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടമാണ്. ആക്ടിങ് ആണെങ്കിലും ആങ്കറിങ് ആണെങ്കിലും എനിക്കിഷ്ടം. എനിക്ക് ഇനി ഒരു 50 പേരെ എന്റെ മുമ്പിൽ കൊടുത്തിരുത്തിയാലും ഞാൻ ഇന്റർവ്യൂ ചെയ്യും. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടാവും. ഇനിയിപ്പോ അഭിനയിക്കാൻ പറഞ്ഞ, ഇപ്പൊ കരയാൻ പറഞ്ഞ ഞാൻ കരയും. കരയിപ്പിക്കരുതിട്ടാ ഇവിടെ വരുന്നില്ല. ഇപ്പൊ ഒരു 100+ ഇന്റർവ്യൂസ് ആയല്ലോ. 100+ ആയി. മുന്നേ പറഞ്ഞു ഒരു ആങ്കർ ഇല്ലായിരുന്നു, അപ്പോ അതിന് റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ഫസ്റ്റ് ഇന്റർവ്യൂ എടുത്തതെന്ന്. ആ ഒരു എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടോ? പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ അതിന് മുമ്പേ TV ചാനലിലൊക്കെ വർക്ക് ചെയ്യുമ്പോ ഞാൻ ഇങ്ങനെ ഈ ഇന്റർവ്യൂസ് എടുത്തിട്ടൊക്കെ ഉണ്ട്. ജാങ്കോ സ്പേസിൽ വന്നപ്പോഴത്തെ ഞാൻ പറഞ്ഞത്, എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സിനിമയുടെ പേര്, ഒരു തമിഴ് നടീനെ ഇന്റർവ്യൂ ചെയ്തത്. അവർക്ക് മലയാളം അറിയാം. നയൻതാരയുടെ ഒരു പടമുണ്ട്, ഒരു കുട്ടി കിണറ്റിൽ വീണ്. ആർക്കെല്ലാം അറിയോ പടത്തിന്റെ പേര്? ഒരു കുട്ടി കിണറ്റിൽ വീണിട്ട് എടുക്കുന്ന നയൻതാര കളക്ടറായിട്ടാ. ആ പടത്തില് നായികയായിട്ട് അഭിനയിച്ചൊരു പെൺകുട്ടിയുണ്ട്. അതിനായിരുന്നു എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ. എനിക്ക് എങ്ങനെയാണ്, നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടല്ലോ, ആ പ്ലാൻ വെച്ചിട്ട് ഞാൻ പോയി എടുത്തു. അതെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പൊ ബോറൊന്നും അല്ലായിരുന്നു. രണ്ടാമത് ഞാൻ എടുത്തത് നമ്മുടെ ട്രാൻസ്ഫോമൻ ശ്രുതി സിത്താരയിലായിരുന്നു. ആ ഇന്റർവ്യൂ ഭയങ്കര വെറൈറ്റി മീഡിയക്ക് വേണ്ടിയിട്ട് എടുത്താ. അത് 100K ഒക്കെ അന്നായി. അപ്പൊ എനിക്ക് കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. പിന്നെ എനിക്കത് ചെയ്യാൻ പറ്റണ്ടെന്നൊരു തോന്നലോ. എനിക്ക് അത് ആ ഒരു മെമ്മറീസ് ജാങ്കോല് വന്നിട്ട് പിന്നെ ഇന്റർവ്യൂസ് അല്ലേ. ഒരു ഫേവറേറ്റ് ഇന്റർവ്യൂ ഉണ്ടോ? ലൈക്ക് ഇന്നാളെ എനിക്ക് ഇന്റർവ്യൂ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കത് കിട്ടി, അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടോ? ഞാൻ അങ്ങനെയാടാ, അതെങ്ങനെ പറയൂ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രീം പേഴ്സൺ കാണുമല്ലോ. ലാലേട്ടനും മമ്മൂക്കയും ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. അവർ രണ്ടുപേരുടെ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ എന്തെങ്കിലും ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. എങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ലാലേട്ടന് മുമ്പിൽ ഇരിക്കുമ്പോ ഞാൻ ഇങ്ങനെ സംസാരിക്കും. അയ്യോ ഒന്നിച്ചൊക്കെ വന്നു ചേട്ടാപ്പേ, ലാലേട്ടൻ ഇങ്ങനെ നോക്കുന്നത് നമ്മുടെ മുഖത്തേക്ക്. അപ്പൊ മമ്മൂക്ക അതുപോലെ, മമ്മൂക്കായിട്ട് നമ്മൾ ഈ ഡബിങ് സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോ ഇങ്ങനെ
കാണും, ഫോട്ടോ ഒക്കെ എടുക്കും. നല്ല ലാലേട്ടൻ വന്ന് എന്താ മോനെ, ഓ ആ മോനെ എന്നുള്ള വിളിക്കൊക്കെ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അതാണ് അപ്പൊ ഒരു ഡ്രീം ഇന്റർവ്യൂ എന്ന് പറയാനല്ലേ? അതെ അതെ. പിന്നെ ഞാൻ ചെയ്തു വന്നേക്കുന്ന എല്ലാം എന്റെ ഡ്രീമിന്റെ ഭാഗമായിട്ടുള്ള ഇന്റർവ്യൂസ് ആണ്. നമുക്ക് ആഗ്രഹം ഒരു ടൈമില് ഈ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയൂലേ, മാനിഫെസ്റ്റേഷൻ. പണ്ട് നമ്മൾ നുണ പറയാന്ന് പറയും, അതൊക്കെ ഈ മാനിഫെസ്റ്റേഷന്റെ ഭാഗമാണ്. ഒരു മാനിഫെസ്റ്റേഷൻ. സത്യം ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞില്ലേ ഒരു സമയത്ത് ഞാൻ ഇവിടെ എത്താണ്ടെന്നൊരു സമയമില്ലേ, ആരും എന്റെ പൊന്നെ എന്റെ കസിൻസ് ഒക്കെ കല്യാണ വീട്ടിലേക്ക് വിളിച്ചിട്ട് നീ ഇപ്പൊ എന്ത് ചെയ്യണേ, ഞാനിപ്പോ സിനിമ ഇങ്ങനെ എല്ലാ പണിക്കും പോടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടമുണ്ട്. അപ്പൊ ഞാനിത് പിടിച്ചിരിക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും വിളിക്കുമ്പോ എവിടെടാ, എടാ ഞാനേ മെട്രോ സ്റ്റുഡിയോയില് ഡബിങ്ങിന് വന്നേക്കണേ, ഇങ്ങനെ പറയും. എവിടെ ഡബിങ്, ഒന്നുമില്ല, വെറുതെ ചുമ്മാ പിടിച്ചിരിക്കാൻ വേണ്ടിട്ട് പറയാ. ആഗ്രഹം നമ്മുടെ ഉള്ളിലെ എപ്പോ വിളിച്ചാലും ഞാൻ ഡബിങ്ങിലായിരിക്കും. അപ്പൊ എല്ലാരും വിചാരിക്കും ഇവൻ ഡബിങ് ആർട്ടിസ്റ്റ് ആണെന്നാ, ഒരു ശബ്ദം പുറത്തു കേട്ടില്ലല്ലേ. പക്ഷെ എത്ര സ്റ്റുഡിയോയില് ഞാൻ ലാസ്റ്റ് കാന്താരയിൽ വരെ ശബ്ദം കൊടുത്തില്ലേ, മാർവൽ സീരീസില് സീക്രട്ട് ഇൻവേഷനിൽ വില്ലനെ ഞാനാ കൊടുത്തേക്കുന്ന ശബ്ദം. അന്നത്തെ ഒരു മാനിഫെസ്റ്റേഷൻ. അത് ഇപ്പൊ പറയുന്നത് മാനിഫെസ്റ്റേഷൻ, നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നത് നമ്മൾ ചിലത് പറഞ്ഞുകൊണ്ട് നടന്നത് നടക്കും എന്ന് പറഞ്ഞില്ലേ. എനിക്ക് സത്യം അത് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചിന്തിക്കുന്നതിന്റെ അപ്പുറം നടന്നു. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ കറക്റ്റ് ഞാൻ ആ ട്രാക്കിൽ കൂടി ഇപ്പൊ പോകുന്നത്. എന്തൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ പഠിച്ച സ്കൂളില് ഉദ്ഘാടനത്തിന് ഉള്ളത്. ഞാൻ അവിടെ സ്കൂൾ ഗ്രൗണ്ടിൽ പഠനം കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് ഫുട്ബോൾ കളിക്കാനാണ് ഗ്രൗണ്ടിൽ. അപ്പൊ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ അവിടുത്തെ ഗസ്റ്റ് ആയിട്ട് നിന്ന് പ്രസംഗിക്കുന്ന പോലെയൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടൊക്കെ ഉണ്ട്, ആരും കാണാണ്ടൊക്കെ. ആ സ്റ്റേജിൽ എന്നെ വിളിച്ചിട്ട് ഉദ്ഘാടനത്തിന് വിളിച്ച് വിളക്ക് കത്തിച്ചു, ഞാൻ പ്രസംഗിച്ചു. ഞാൻ ആ തമാശക്ക് പറഞ്ഞ വാക്കുകൾ ഞാൻ മൈക്കിൽ കൂടി സംസാരിച്ചു. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ വേറെ ലെവലാണ്. ഓൾമോസ്റ്റ് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും പഠിച്ച സ്കൂളിൽ ഒരു മാസ് എൻട്രി എന്നുള്ളത്. ഉറപ്പായിട്ടും എല്ലാ ബാക്ക് ബെഞ്ചേഴ്സിന്റെ ഒരു ആഗ്രഹമായിരിക്കും. എല്ലാവരുടെയും ബാക്ക് ബെഞ്ചേഴ്സ് ഒന്നുമല്ല, അത് ആഗ്രഹിക്കാത്ത ആരാളേ. ആ ഒരു നമുക്കിപ്പോ എന്റെ കൂടെ പഠിച്ച പല പിള്ളേരും ഉണ്ട്. അവരൊക്കെ ഇപ്പൊ എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോ അവർ പറയടാ നിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, വീട്ടിലെല്ലാരും കാണാറുണ്ട്, എപ്പോഴും കാണാറുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്, നീ നന്നായി ചെയ്യുന്നുണ്ട്, പിന്നെ നിനക്ക് ഭയങ്കര ഭാഗ്യമാണ്, നിനക്ക് നമ്മുടെ സ്കൂളിലൊക്കെ ഇങ്ങനെ. അതൊക്കെ അവര് നമ്മളോട് പണ്ട് നമ്മളുണ്ടല്ലോ ഈ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വീട്ടിൽ നിന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടല്ല, ആ ചടങ്ങിൽ ഈ ബൊമ്മാരൊക്കെ ഇങ്ങനെ ഞെളിഞ്ഞിട്ട് നമ്മളൊരു നോട്ടുണ്ട്. ഇപ്പൊ അവന്മാർക്ക് ചീത്തേക്കണതാണ്. അങ്ങനെ ഇതൊക്കെ ഞാൻ അപ്പൊ നമ്മൾ ആലോചിക്കും, ഇവരൊക്കെ എന്താ ചിട്ടി റോബോട്ടാ, ഇവരൊക്കെ എങ്ങനെ പഠിക്കണേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. നമ്മളെ മനസ്സിലുണ്ടായിരുന്നു നമ്മളൊന്നും രക്ഷയില്ല, എവിടെ എത്തൂല, എവിടെയെങ്കിലൊക്കെ സാധാരണ ചെറിയൊരു ജോലിയൊക്കെ ചെയ്ത് ജീവിക്കേണ്ടി വരും ഒരു കാലം, ഇങ്ങനെയൊക്കെ നമുക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ടേ നമ്മൾ തിരിച്ച് ഈ പിള്ളേര് നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അപ്പൊ നമുക്ക് തന്നെ നമ്മളോട് പ്രൗഡ് തോന്നും. കാരണം ഇത്ര ആട്ടും ഈ കളിയാക്കലും ഇതെല്ലാം ഏറ്റുവാങ്ങിയിട്ട് നമ്മളൊരു ലക്ഷ്യത്തിൽ എത്തിയിട്ടുണ്ട്. അതെല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമുക്ക് നമ്മളോട് തന്നെ റെസ്പെക്ട് തോന്നും. എടാ നീ ഇവിടെ വെറുതെ നടക്കുന്നതല്ല. അതൊക്കെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ശ്രീനാഥിന് ഇന്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ആളുകളിലേക്ക് അങ്ങ് ഇറങ്ങി ചെന്നൊരു ഇന്റർവ്യൂ. ഇപ്പൊ വെള്ളത്തിൽ ചാടാനാണ്, ചാടിയിട്ട് ഞാൻ ഇന്റർവ്യൂ എടുക്കും, അല്ലെ പിള്ളേരുടെ കൂടെ ആണെ അവരുടെ കൂടെ ഓടി ചാടി നടന്ന്. അതെന്താ അങ്ങനെ ഒരു ഫോം ഓഫ് ഇന്റർവ്യൂ? വേറെ ഏത് ഇപ്പൊ ഞാനൊരു എന്താ പറയാ അത്യാവശ്യം നല്ലൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നു വിചാരിച്ചു. എനിക്ക് പിള്ളേരോടെ മണ്ണുമതി കളിക്കാൻ പറ്റുമോ, വെള്ളത്തിൽ ചാടാൻ പറ്റുമോ? ഇല്ല. ഈ ജോലിക്ക് ഇങ്ങനെ കുറെ ഗുണമൊക്കെയുണ്ട്. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹമല്ലേ, ആരാ ആഗ്രഹിക്കാതെ പുഴയിൽ ചാടാനും പിള്ളേരോടെ തോട്ടിൽ ചാടാനും ഒക്കെ. ഞാൻ ചാടും ഇവരുടെ കൂടെ. പിന്നെന്താ വെച്ചാൽ ഇതിന്റെ വേറൊരു സൈഡ് പറയണെങ്കിൽ, എടാ അതാടാ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ എന്ന് ഞാൻ മനസ്സിലാക്കിയേക്കണേ. ഇപ്പൊ ഞാൻ ഈ ലാസ്റ്റ് രണ്ടുപേരുടെ ഒരു അച്ഛന്റെയും മോന്റെ ഇന്റർവ്യൂ എടുത്തായിരുന്നു. 4 മണി കാപ്പി കുടിക്കുന്ന ബിജു ഏട്ടന്റെ ഒക്കെ. എനിക്ക് വേണമെങ്കിൽ ആ ഒരു ഫ്ലോറിലേക്ക് വിളിപ്പിക്കാം. ഫ്ലോറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പാവങ്ങള് ഫ്ലോറിലൊന്ന് ഇപ്പൊ ഞാൻ ഇരിക്കുന്ന പോലെ ഇരിക്കേണ്ടി വരും. വേറെ ഒന്നും ചെയ്യാനില്ല, ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാ. നമ്മൾ അവരുടെ കൂടെ, നമ്മൾ അവരെ ഇഷ്ടപ്പെട്ട എന്താ, നമുക്ക് കിട്ടാത്ത നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ സംഭവങ്ങള്, 4 മണി കാപ്പി, ആ ചെണ്ടക്കപ്പയും ചമ്മന്തിയും കഴിക്കുന്നത്, പിന്നെ അവര് തോട്ടിൽ കുളിക്കുന്നു, കൊക്കോ പറിച്ചിരുന്നു, ഇതൊക്കെ കണ്ടിട്ടല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ടെ. അപ്പൊ പിന്നെ നമ്മളും പോയിട്ട് അവരുടെ കൂടെ ഒക്കെ ചെയ്യുക. അപ്പൊ അവര് കുറച്ചും കൂടി നമ്മളായിട്ട് അടുക്കും, കാണുന്നവർക്ക് ഒരു ജെന്യൂനിറ്റി തോന്നും. നമ്മളിത് ഒരിക്കലും ഈ വിഷ്വലിന് വേണ്ടിയിട്ട് കാണിക്കുന്നതല്ല. അങ്ങ് ഇറങ്ങി ചെന്ന് അവരുടെ കൂടെ അങ്ങ് കൂടുക. കുട്ടികളാണെങ്കിൽ കുട്ടികളോട് ഇരുന്ന് കളിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ നമ്മളോട് കുറെ സംസാരിക്കും, കോർപ്പറേറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ നമുക്ക് തരും. അപ്പൊ ഞാൻ അതുകൊണ്ട് എല്ലാം അങ്ങനെ ചെയ്യാം. എനിക്ക് അതാ ഇഷ്ടം. ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ അതായിരിക്കും ഒരു ഫേവറേറ്റ് ഇന്റർവ്യൂ ഓർമ്മയുണ്ടോ ഇത്രയും നാളിൽ എടുത്തത് വെച്ചിട്ട്? എനിക്ക് ഫേവറേറ്റ് ഇന്റർവ്യൂ എന്നല്ല, ഓർത്തിരിക്കുന്ന ഒരു ഇന്റർവ്യൂ. എന്റെ ഇന്റർവ്യൂ ഞാൻ ഒന്നും മറക്കാറില്ല. എനിക്ക് എല്ലാം ഫേവറേറ്റാ.
എനിക്ക് ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. ബാബുവാനി ചേട്ടന്റെ ഇടി കൊണ്ടിട്ടുണ്ട്. അത് ഞാൻ ചോദിച്ചതാ, ഒന്ന് ആലോചിക്കേ, പണ്ട് മുതൽ ഇപ്പൊ 90s കിഡ്സിന് പെട്ടെന്ന് കത്തും. നായകന്മാരുടെ കൂടെയാണ് ആ മനുഷ്യനെങ്കിൽ ഉണ്ടല്ലോ, നമുക്കൊരു ധൈര്യമുണ്ട് സിനിമ കാണുമ്പോ. ബാബുവാനി ചേട്ടൻ ഇന്ന് ഇനി പുള്ളി നോക്കിക്കോളുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ എനിക്ക് എന്റെ മുമ്പിൽ കാണുക. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ, ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു, ബാബുവാനി ചേട്ടാ എനിക്കൊരു ആഗ്രഹമുണ്ട്. അവർ പറയടാ, എനിക്ക് ചേട്ടനെ ഒരു ഇടി ഉണ്ടാക്കൊള്ളാറുണ്ട്. ബാബുവാനിയുടെ നമ്മൾ ഇടിക്കുക, ബാബുവാനിയുടെ ഇടി എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് നമ്മൾ ഇങ്ങനെ കണ്ടിന് ഞെട്ടിയിട്ടുള്ള സാധനമല്ലേ. അങ്ങനെ പുള്ളി പറഞ്ഞു ഇടിച്ചോ, ഞാൻ ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞു. ആ വീഡിയോ കിടപ്പുണ്ട് ഇതിനകത്ത്, നോക്കി കാണാൻ. പിന്നെ എന്താ ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് കുറെ മൊമെന്റ് കേട്ടോ. പിന്നെ നമ്മളെ കുറിച്ച് ചിലവരൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് അതൊക്കെ നമ്മൾ ജീവിതത്തിൽ മറക്കില്ല. നമ്മള് വളരെ ദൂരെ ഒരു ഇനോഗ്രേഷനൊക്കെ നമുക്കും കൂടി അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്ത ഏരിയയിൽ നിൽക്കുന്ന പല സ്റ്റാറുകളെയും ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അവര് നമ്മളെ കുറിച്ചൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഓരോ അവാർഡാണ്. എവിടെ ഇരിക്കും. അതെ, ഒരു നെഗറ്റീവ്സ് പോലും ഇല്ലാത്ത ഒരു ആങ്കർ എന്നൊരു, എല്ലാരും അങ്ങനെയാണ് ശ്രീനാഥനെ പറ്റി പറയുന്നത്. പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു ട്രോള് കിട്ടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ട്രോളായിരിക്കും. പക്ഷെ ഞാൻ ആരെയും എന്റെ മുമ്പിൽ വരുന്ന ഗസ്റ്റ് ആരായിക്കോട്ടെ, അത് എന്റെ ഗസ്റ്റ് തന്നെ, എന്റെ അതിഥിയായിട്ട് ഞാൻ കാണുന്നത്. നമ്മൾ ഒരിക്കലും വീട്ടിലേക്ക് അതിഥികളെ വിളിച്ചിട്ട് വെറുതെ മോശം പറയില്ലല്ലോ. അപ്പൊ ഞാൻ മാക്സിമം ഒരു ഫൺ എന്റർടൈൻമെന്റ് ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത, എനിക്ക് വിഷമമുള്ള ഒരു കാര്യം, ഞാൻ ആളൂരിന്റെ ഇന്റർവ്യൂ ഞാൻ ചെയ്തായിരുന്നു. പേഴ്സണലി എനിക്ക് എന്റെ മനസ്സിന് മുറിവുണ്ടാക്കുന്ന രീതിയിലുള്ള പല ആൻസറും അദ്ദേഹം പറഞ്ഞു. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിനോട് എല്ലാവർക്കും ഒരു ദേഷ്യമുണ്ട്. കാരണം അദ്ദേഹം ഇടപെടുന്ന കേസുകളൊക്കെ നമുക്കറിയാലോ. അപ്പൊ ഞാൻ ചോദിക്കുമ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഞാനൊരു അഡ്വക്കേറ്റാണ്. എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ആ ജോലിയാണ് ഞാൻ എടുക്കുന്നത്. ആരെന്റെ അടുത്ത് ആദ്യം വരുന്നോ അവരുടെ കൂടെ ഞാൻ നിൽക്കും. ഞാൻ അവിടെ വേറൊന്ന് എന്റെ കൂടെ എന്താ പറയാ, എന്റെ കേസിൽ നിൽക്കുന്ന പ്രതിയല്ല, അവരെ രക്ഷിച്ച് പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്റെ ജോലി. അത് ഞാൻ ചെയ്യുന്നു. ഞാൻ എന്റെ ജോലിയല്ലേ ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ജോലിയല്ലേ. അങ്ങനെയൊക്കെ വലിയൊരു കോൺവെർസേഷൻ ആയിരുന്നു. പിന്നെ പുള്ളി മരിച്ചു പോയപ്പോ എനിക്കൊരു തിരിച്ചറിവുണ്ടായി. അതായത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പഴുതുകൾ ഉണ്ടെന്ന് നമ്മളെ കാണിച്ചു തന്ന ഒരാളാണ്. എത്ര തെറ്റിയതൊരു പ്രതിനെയും കൊലക്കേസിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോരാനുള്ള ഒരു പഴുത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ നിന്ന് നമുക്ക് കാണിച്ചു തന്നേക്കുന്ന ആളാണ്. അതൊക്കെ എന്റെ ലൈഫിലൊരു വലിയൊരു സാധനമായിട്ട് ഞാൻ വെച്ചേക്കുന്നത്. കാരണം ഇത്രയും പുള്ളിക്ക് മരിച്ചുപോയി, പാവം. ഇതേപോലെ കുറെ ഇന്റർവ്യൂസ് ഉണ്ട്. പിന്നെ അങ്ങനെ ഓർത്തിരിക്കാൻ കുറെ ഉണ്ട്, കുറെ സംഭവങ്ങൾ. ഇന്റർവ്യൂവിന്റെ ഇടയിൽ കുറെ സംഭവങ്ങൾ ഉണ്ടാവില്ല. മോശം അനുഭവങ്ങൾ എന്തെങ്കിലും ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ മോശം അനുഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കില്ല. അങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. നമ്മൾ മാക്സിമം അവർ കുറച്ചു നേരം നമ്മുടെ കൂടെ ഇരിക്കുന്നത്, നമ്മളൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ച ആൾക്കാർ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ മാക്സിമം അവരെ ഹാപ്പി ആക്കുക, നമ്മള് കാണുന്നവരെ ഹാപ്പി ആക്കുക, പറഞ്ഞു വിടുക. ഇതാണ് എന്റെ പോളിസി. ഞാൻ പിന്നെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. ഇപ്പൊ മുന്നേ പറഞ്ഞു ബാക്ക് ബെഞ്ചർ ആള് സിനിമ എത്തി, അല്ലെങ്കിൽ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് മൂവീസിലൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ശ്രീനാഥ് നേരിട്ടിട്ടുണ്ടോ? മൂവീസില് എന്റെ വാതിലാരെങ്കിലും മുട്ടിയോന്നാണ് ഞാൻ തുറന്നിട്ടില്ല, ഒരിക്കലും. അങ്ങനെ എന്തിനാണോ ചോദിച്ചേ? അങ്ങനെയല്ല, ലൈക്ക് എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ ഒരു നെഗറ്റീവ് രീതിയിൽ എന്തെങ്കിലും? ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോ ഉണ്ടായിരുന്ന ഒരു കാര്യം പറയാം. അത് എനിക്കൊരു വൺ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ആലോചിക്കുമ്പോ പോസിറ്റീവ് ഒന്നല്ല, വൺ ഫണ്ണായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇതിൽ ഏതാ പറയണ്ടേ? ആദ്യം നെഗറ്റീവ് പറയാം, പിന്നെ ഫണ്ടിലോട്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ ഒരാള് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചേക്കണാണ്. രണ്ടു മൂന്ന് ഭയങ്കര ഡാർക്ക് അടിച്ച 2-3 കാര്യങ്ങളുണ്ട്. പേര് പറയാൻ പറ്റുമോ? വേണ്ട, ആ പുള്ളി എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ. എന്നെ വിളിച്ചേക്കുന്നത് അത് അധികമൊന്നും ആയിട്ടില്ല കേട്ടാ. ഞാൻ ജാങ്കോലൊക്കെ കയറുന്നതിന്റെ ഞാൻ ഈ ആങ്കർ മേഖലയിലേക്ക് ഇറങ്ങിയ ടൈമിലാണ്. എന്റെ വീട്ടുകാർക്കൊന്നും ഇപ്പോഴും ആർക്കും അറിയില്ല, എന്റെ വളരെ കുറച്ച് കൂട്ടുകാർക്ക്. എക്സ്ക്ലൂസീവ് ആണല്ലേ? അത് ഇരിങ്ങാലക്കുടയിലാണ് ഈ സിനിമയുടെ ക്യാമ്പ്. അപ്പൊ എന്നെ ആ പടത്തിന്റെ അസോസിയേറ്റാ വിളിച്ചത്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അപ്പൊ അവന്, ചേട്ടാ ഇങ്ങോട്ട് പോരെ, പോലീസ് ക്യാരക്ടറാണ് ചേട്ടന്. മക്ബുൽ സൽമാൻ ഒക്കെ ഉള്ള ഒരു പടമാണ്, ചെറിയ പടമാണ്. അപ്പൊ ചേട്ടൻ നല്ലൊരു പോലീസ് ക്യാരക്ടറാണ്,
നേരെ ഇങ്ങോട്ട് പോരെ ഇരിയാലക്കുടയ്ക്ക് പോരെന്ന് പറഞ്ഞു. അപ്പോൾ വന്ന് ഡയറക്ടറെ ഒന്ന് കാണാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും കൺഫേം ആണല്ലോ. അപ്പൊ എനിക്ക് ആ ഒരു ടൈമിലൊക്കെ എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞാൽ 4 ആളെ അറിയിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ കൂട്ടുകാരന്മാർ വെറുതെ ഇരിക്കുന്നു. ഞാൻ വാടാ എനിക്കൊരു സിനിമയിലൊന്ന് എഗ്രിമെന്റ് ചെയ്യാനുണ്ട്, വാ പോയിട്ടും വരാം, ഷോ അടിക്കാന്ന് വെച്ച് ഇവരെയും വണ്ടിയിലെടുത്തിട്ട് ഞങ്ങൾ പോയി അവിടെ ചെല്ലുമ്പോൾ ആർട്ട് വർക്കൊക്കെ നടക്കുക. 2 വീട് എടുത്തേക്കണ്. അപ്പൊ നോക്കിയപ്പോ സെറ്റിൽ ചെയ്യാൻ എത്തിയേക്കണു. അപ്പൊ ഞാൻ വണ്ടി എടുത്ത് ഞാൻ അവരോട് അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പൊ അവരോട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവും, കഴിയുമ്പോൾ വിളിച്ചാൽ മതി വരാന്ന് പറഞ്ഞു. നമ്മുടെ ഫ്രണ്ട്സ് അവർ വണ്ടി എടുത്തിട്ട് പോയി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഡയറക്ടർ ഇരുന്ന്, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ഡയറക്ടർ, സിനിമയിൽ കാണുന്ന ഡയറക്ടറാ, സിനിമ ചെയ്യുന്ന ഡയറക്ടറല്ല. ഈ വട്ടത്തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരാള് രാത്രി 7 മണിയായപ്പോ ഇരുന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ ആലോചിക്കട്ടെ, ഇങ്ങനെ ഈ രാത്രി തൊപ്പിയൊക്കെ വെച്ചിട്ട് വലിയ ഡയറക്ടർ തന്നെ. കാര്യം ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കണ്ട. അപ്പൊ പുള്ളി എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്നോട് മിണ്ടുന്നില്ല. അപ്പൊ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ചീഫ് അസോസിയേറ്റ് ഇല്ലല്ലോ, ചേട്ടാ സെറ്റാണ്, കിട്ടില്ല ക്യാരക്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കൊണ്ടുപോയത് അവിടെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കാം, അവിടെ ഇരുന്നോട്ടാ, പുള്ളി ഇപ്പൊ സംസാരിക്കും. അങ്ങനെ ഞാൻ ഒരു 20 മിനിറ്റോളം ഇരുന്നു. പുള്ളി ഇങ്ങനെ എഴുതാണ്ട് കുറെ പേജുകളൊക്കെ. അപ്പോ ആരൊക്കെയോ വന്നു അവിടെ, എന്നെ എല്ലാരും കൂടി സംസാരിക്കും. പുള്ളി എന്റെ അടുത്ത് ഇയാളാരാ? അപ്പൊ മറ്റേ ചീഫ് അസോസിയേറ്റ് ഭയങ്കര ഇതിലൂടെ വന്നിട്ട്, ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ക്യാരക്ടർ ചെയ്യുന്ന പുള്ളി. എന്നെ ഇങ്ങനെ നോക്കിട്ട് ഇയാളാ? ഇയാളും കൂടി ആ ഫ്രെയിമിൽ നിന്ന് എല്ലാവരും കറുത്ത് കരിമുട്ടിനും പോലെ ഇരിക്കും. ഇയാള് കുറച്ച് വെളുത്ത് നമ്മള് സീരിയലന്മാരെയൊക്കെ പോലത്തെ. ഞാനിങ്ങനെ ഇരുന്നിട്ട് എനിക്ക് അടി കൊണ്ടുപോലെ പോയി. ആരോടും ചെയ്യാൻ പാടില്ലല്ലോ ഇങ്ങനെ. ഞാൻ കറുത്താണോ വെളുത്താണോന്നല്ല, എന്റെ ബോഡി ഞാൻ ഭയങ്കര എന്താ പറയാ കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്കിതൊന്നും എന്നെ കറുത്തത് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഏക്കും കൂടിയില്ല. പക്ഷേ ഞാൻ എന്റെ ബാക്കിലോട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, എത്ര വർഷം അതിന്റെ പുറകിൽ നടക്കുന്നു, ഇപ്പോഴും ഈ ആട്ട് കേൾക്കാൻ തന്നെയാണല്ലോ എന്റെ വിധി. ഞാൻ അങ്ങനെ ചിന്തിക്കണേ. ഇയാളെടുത്ത വഴിക്ക് എന്നെ നോക്കിയിട്ട് ആ ഫ്രെയിമിൽ മൊത്തം കറുത്ത ആൾക്കാരായിരിക്കും, അങ്ങനെ കറുത്ത് കരിമുട്ടി പോലത്തെ ആൾക്കാരായിരിക്കും. അതൊന്നും പറ്റുന്നില്ല. അത് ഒരാളെ കുറ്റം പറയുമ്പോ ഒന്ന് മാറ്റി നിർത്തിയെങ്കിലും പറയണ്ടേ. മേനേട്ട മനുഷ്യൻ എന്നെ അവിടെ ഇരുത്തിക്കൊണ്ടാ പറയണേ. എനിക്ക് ഭയങ്കര ഡാർക്കായി. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എന്നെ വിളിച്ച ചീഫിന്റെ അവസ്ഥ എനിക്കിങ്ങനെ ആലോചിക്കും. അതോർക്കുമ്പോ എനിക്ക് വിഷമമാണോ, അവന്റെ മുഖം കണ്ടിട്ട്. അവനും അടി കൊണ്ടുപോലേക്കണം, ഞാനും അടി കൊണ്ടുപോലേക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്ത് പറയാനാ, ഈ പുള്ളിനോടൊക്കെ വേറെ ഒന്നും പറഞ്ഞിട്ടായിരുന്നില്ലേ. അങ്ങനെ സാറേ ഒന്ന് പോയിക്കോട്ടെ. അയാള് പോയിക്കോട്ടെ എന്ന് വെച്ചപ്പോ പോവാനും കൂടി പറയുന്നില്ല. അയാൾക്ക് അത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ. അയാള് അവിടെ ഇരുന്നിട്ട് അടുത്ത പേപ്പർ എടുത്ത് എഴുത്തു തുടങ്ങി. ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. എന്റെ അടുത്ത ടെൻഷൻ എന്താ അറിയാമോ, എഗ്രിമെന്റ് ചെയ്യണ കാണാൻ വേണ്ടി ഞാൻ കുറച്ച് പിള്ളേരെ കൊണ്ട് വന്നേക്കണം. ഇവന്മാരിപ്പോ തിരിച്ചു വരും. ഇവരോട് ഞാൻ എന്ത് പറയും? ഇവരിഞ്ഞ് നാട്ടിൽ പോയിട്ട് മൊത്തം പറയൂലേ അവന്റെ പടത്തിന്റെ എഗ്രിമെന്റ് ചെയ്യാൻ പോയെന്നൊക്കെ. ഞാൻ പടം ഇറങ്ങിയില്ലെങ്കിൽ എനിക്ക് അതൊക്കെയായിരുന്നു എന്റെ ടെൻഷൻ. മറ്റവൻ കരഞ്ഞില്ലെന്നുള്ളൂ. അവൻ എന്റെ അടുത്ത് പറഞ്ഞു, അറിയാം സോറി കേട്ടോ ചേട്ടാ, എന്തൊക്കെ എനിക്ക് എന്താ പറയണേ എനിക്കറിയാം. ഞാൻ പറഞ്ഞ പോട്ടെ, ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന അനുഭവമാണ്. അത് പോട്ടെ, നീ ടെൻഷൻ ആവില്ലേ, നീ വർക്കില് ജോയിൻ ചെയ്യുന്ന പറഞ്ഞിട്ട് നമ്മുടെ പിള്ളേരോട് ഞാൻ പറഞ്ഞു, എടാ അതെ എനിക്ക് കഥ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പഴായിരിക്കും അവന്മാരത് അറിയാനായിട്ട് കേൾക്കുമ്പോ. ആ കഥ പോരടാ, എന്നെ പോലെ ഒരാൾക്ക് ആ കഥയൊന്നും ചെയ്യാൻ പറ്റില്ല, ഭയങ്കര നമുക്ക് നല്ല സിനിമകൾ വരടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അന്നേരം വണ്ടിയിലിരുന്ന് അവൻ എന്നോട് പറഞ്ഞു, എന്താ അഹങ്കാരോടെ നിനക്ക്, ചെയ്യടാ, ആകെ ഒരു പടം കിട്ടി ചെറുതല്ലേ. അവനെ ഇല്ല, അത് ചെയ്യണേ ഞാൻ നല്ല ചെയ്യോളാ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകുന്നത്. ഇതാണ് സത്യാവസ്ഥ. ഞാൻ എന്നിട്ട് എന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, നന്ദു അനന്തു. എന്റെ ലൈഫ് മാറ്റിയ എന്റെ 2 കൂട്ടുകാരന്മാരാ. ഞാൻ അവരെ വിളിച്ചിട്ട് പറയുമ്പോ ഞാൻ കരഞ്ഞുപോയി. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തൊരവസ്ഥയാണ് അപ്പം പറഞ്ഞു, നീ ഇങ്ങനെ പോരെ, അത് നോക്കണ്ട. പിന്നെ അവരെന്നെ മോട്ടിവേറ്റ് ചെയ്ത് സെറ്റാക്കി. പിന്നെ ഞാൻ പഴയ ബാക്ക് ടു, പിന്നെ നമുക്ക് എന്ത്, ഇതൊക്കെ കഴിഞ്ഞു, ഇതൊക്കെ കൊറേ. പക്ഷെ അയാളെ ഒരു ദിവസം എന്റെ മുമ്പിൽ ഇന്റർവ്യൂവിന് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ആ പടം നടന്നൊന്നുമില്ല കേട്ടോ, ആ പടം ഷൂട്ടേ നടന്നില്ല. എങ്ങനെ ഇമ്മാരെ ആറ്റിറ്റ്യൂഡും പിടിച്ചോണ്ടിരിക്കണ ഇയാളുടെയൊക്കെ പടത്തിൽ ആരും അഭിനയിക്കാണ്, ഒരിക്കലും അഭിനയിക്കരുത് ആരും പോയിട്ട്. ഞാൻ പിന്നെ അയാളെ ഇന്റർവ്യൂ കാണണമെങ്കിൽ കാലമാടാ എന്റെ കയ്യിൽ കിട്ടും, എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം എന്നെ കർത്താവെന്ന് വിളിച്ചതന്നെയല്ല, ഒരു മനുഷ്യനോട് ഇതുപോലത്തെ ഈ ചെറ്റത്തരം കാണിക്കരുത്. അയാൾ ആരായാലും അയാളത് കാണണ്ടാവും. നിന്നെ തന്നെ ഞാൻ പറഞ്ഞേ. ഇവിടെ ഇരിക്കുന്ന എല്ലാരും ചിരിക്കുന്നു, എല്ലാവർക്കും റിലേറ്റബിൾ ആണ്. പിന്നെ എല്ലാവർക്കും കണക്ട് ആവൂല, ഇത് ആർക്കും കണക്ട് ആവാത്ത. അല്ല ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അയാൾക്കാണെങ്കിൽ ഒരു പടവും കിട്ടണില്ല. ഒരു സിനിമ അയാൾക്കൊന്നും കിട്ടിയിരുന്നെങ്കിൽ എന്റെ മുമ്പിൽ പ്രൊമോഷൻ എന്നും പറഞ്ഞ ഇങ്ങനെ ഒന്നും വന്നിരുന്നെങ്കിൽ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നും അതാണ്. ആളെ ഇന്റർവ്യൂ ചെയ്യണല്ലേ, അയാൾ ഇന്റർവ്യൂ ആണെന്നല്ല, അയാളെ കൊല്ലുന്നല്ലട്ടാ. അയാളെ എന്റെ മുമ്പിൽ ആണല്ലേ, ഞാൻ ബാക്കിയെ കാണിച്ചാൽ എന്റെ മുമ്പിൽ വരട്ടെ, അന്ന് ഞാൻ പറയാ ഇയാളാണ് അതെന്ന്.
അന്ന് അയാൾ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ന് ബേസലിന്റെ കൂടെ വരെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ലേ? അതെ, അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഞാനൊരു അഹങ്കാരമായിട്ടോ അഹംഭാവമായിട്ടോ ഒന്നും പറയൂല. അതിനുള്ള ഭാഗ്യം കിട്ടി, അത്രേ പറയുള്ളൂ. അതേപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു ഫൺ മൊമെന്റ് പറഞ്ഞുതരാം. അത് മേക്കപ്പ് മാൻ എന്ന് പറഞ്ഞ സിനിമ കേട്ടാ, ജയറാമിന്റെ. അപ്പൊ എന്റെ വീടിന്റെ അടുത്താണ് സച്ചി സേതു ഇല്ല, അതിൽ സേതു ചേട്ടന്റെ വീട്. അപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു റൈറ്ററാണ്, ഇപ്പൊ അദ്ദേഹം ഡയറക്ടറാണ്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് നമ്മളോട് ചാൻസ് ചോദിക്കുമല്ലോ. ആ ചേട്ടന്റെ നല്ല മനസ്സിന് എന്നോട് പറഞ്ഞു, എടാ വാടാ, നമുക്ക് മേക്കപ്പ് മാൻ്റെ ഒരു സീനുണ്ട്, നീ വായോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സേതു ചേട്ടന്റെ കാറിൽ അടപ്പിട്ട് ഇറങ്ങാം. ഈ സംഭവങ്ങളൊന്നും സേതു ചേട്ടൻ അറിയില്ല കേട്ടാ. സേതു ചേട്ടൻ എനിക്ക് നല്ലൊരു അവസരം മേടിച്ചു തന്നു എന്നുള്ളതല്ലാതെ വേറെ പാവം ഒന്നും അറിയിട്ടില്ല ഇതുവരെയുള്ളത്. ഞാൻ അവിടെ ബാക്കിയൊക്കെ എന്റെ കയ്യിലിരിപ്പുണ്ടായതാ. അങ്ങനെ ഞങ്ങള് കാറിൽ ഷെനൈസ് തിയേറ്ററിൽ പോയി ഇറങ്ങുക. ക്ലൈമാക്സ് സീനാണ്, ജയറാമേട്ടൻ എല്ലാവരും കൂടി സിനിമ കാണാൻ പറ്റുന്ന ആ സീനാണ്. അപ്പൊ ഇതൊന്നും എനിക്കറിയില്ല. എന്നോട് പറഞ്ഞാ ചെറിയൊരു സീനാണ്, നീ വായോ എന്ന് പറഞ്ഞിട്ട് ഓക്കെ കുഴപ്പമില്ല ഏട്ടാ. അങ്ങനെ ചേട്ടന്റെ കൂടെ കാറിൽ ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് ഒരുപാട് പിള്ളേർ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഓരോ നടന്മാര് വരുന്നുണ്ടല്ലോ. ഇങ്ങനെ നോക്കുമ്പോ റൈറ്ററുടെ കൂടെ ഇതുവരെ കാണാത്തൊരു പയ്യൻ ഇറങ്ങിയാണ്. ഞാനാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ കിട്ടിയ അവസരമല്ലേ. ഞാൻ എല്ലാവരെയൊക്കെ നോക്കിയിട്ട് നടന്മാര് കയറിപ്പോണ പോലെ അങ്ങ് കയറിപ്പോയി. എന്നിട്ട് എന്നോട് ചേച്ചേട്ടൻ പറഞ്ഞാ നീ കസാരയിലിരുന്നോ, നീ ഇവിടുന്ന് മാറരുത്, ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞിട്ട് വന്നാന്ന്. ഞാൻ പറഞ്ഞാൽ ഓക്കെ ഏട്ടാ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ കസാരയിലിരിക്കുമ്പോ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ കസാരയിൽ, കുറെ ചെയർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട്, ഏതാണ് ഇവന്നൊക്കെ നോക്കിയിട്ട് പോകുന്നുണ്ട്. ഞാൻ നോക്കുമ്പോ സുരാജേട്ടൻ വന്നു. സുരാജേട്ടൻ വന്ന കസാരയിലിരുന്നു. വന്ന പാടെ എനിക്ക് ഷെയ്ക്കാൻ തന്നു. പുള്ളി എല്ലാവരും നല്ലൊരു വിഷയം ചെയ്യുന്ന പോലെ. അപ്പൊ ഞാൻ പുള്ളിക്ക് ഷെയ്ക്കാൻ കൊടുക്കുന്നു. അങ്ങനെ ഓരോ നടന്മാരും ഒന്നും. ജയറാമേട്ടൻ വന്ന് എന്റെ അടുത്തിരുന്നു. ഞാൻ നോക്കിയപ്പോ നടന്മാരും നടിമാരും ഇരിക്കുന്ന ഇവിടെ ഞാൻ എന്നെ ഇരുത്തിയേക്കുന്നേ. ചുറ്റും നടന്മാരും നടിമാരുടെ കൂടെ ഞാൻ ഇങ്ങനെ ഇരിക്കുക, അഹങ്കരിച്ചിരിക്കുകയാണ്. അപ്പൊ പിള്ളേര് എല്ലാരും വന്ന് ഇങ്ങനെ നോക്കണ്ട്. അപ്പൊ എന്നെ നോക്കണ്ട്. കൂട്ടത്തിലൊരു ചെറിയ ചെക്കൻ, ഇവനും ഇതിലെ നടനായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ഞാനും ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുക. അങ്ങനെ കുറച്ച് പിള്ളേര് കൊണ്ട് എന്നെ ഇങ്ങനെ വിളിച്ചു, എന്ത് വരുമെന്ന് ചോദിച്ചു. എന്താ ജയറാമേട്ടന്റെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് വന്ന്, ചേട്ടാ പിള്ളേരെ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട്. വരാൻ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് ഞാൻ വീണ്ടും ആറ്റിറ്റ്യൂഡ് അവിടെ പോയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട് ശല്യം ചെയ്യരുത്, 2-3 ഫോട്ടോ എടുത്തിട്ട് ഞാൻ പോയിക്കണം, പുള്ളിയെ ബുദ്ധിമുട്ടിക്കരുതാണ്. ഇല്ല ഏട്ടാന്ന് പറഞ്ഞിട്ട് ഇവര് ഫോട്ടോ എടുത്ത്. ജയറാമേട്ടൻ ആരും വന്നാലും ഫോട്ടോ എടുക്കും തയ്യാറവിടെ. ഇവര് ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ മാറിയാന്ന് നേരത്ത് അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് നേരെ എന്റെ അടുത്തേക്ക് വന്നിട്ട് അറിയുള്ളതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റി, താങ്ക്സ് ഏട്ടാന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ കുഴപ്പമില്ല. ഇയാള് ഇതിലെന്തേ, ഞാനും ഇതിലൊരു നടനാണ്. അപ്പൊ തന്നെ ഇവര് എന്റെ കൂടെ നിന്നിട്ട് അങ്ങ് ഫോട്ടോ എടുത്തു. ഈ പിള്ളേര് ഇത്രയും പേര് എന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ കണ്ടിട്ട് പിന്നെ അവിടെ ബാക്കിയുള്ളത് ഞാനാ. അപ്പൊ ഈ ഫോട്ടോ എടുത്തവരൊക്കെ അവനും ഇതിൽ നടനാന്ന് പറയണേ. ഈ പടം ഇറങ്ങുമ്പോ എന്താവെന്ന് അറിയില്ലല്ലോ. എല്ലാരും വന്ന് എന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാന്ന് തുടങ്ങി. അങ്ങനെ എല്ലാരും ഫോട്ടോ ഒക്കെ എടുത്ത് പടം തുടങ്ങി, ഈ ഷൂട്ട് തുടങ്ങി. ഞാൻ പുറത്തിരിക്കുക. എനിക്ക് മേക്കപ്പ് മാൻ എന്നാ പടത്തിന്റെ പേര്. എനിക്ക് മേക്കപ്പ് ഇട്ടിട്ടിരിക്കുക പുറത്ത്. പടം തുടങ്ങി. രാവിലെ ഷൂട്ട് തുടങ്ങി, ഉച്ചയായി, വൈകിട്ട് 3 മണിയായി. 3 മണിക്ക് അങ്ങോട്ട് ഫസ്റ്റ് ഷോ മാറ്റിനി ഉണ്ട്. മാറ്റിനിക്ക് മുമ്പ് തിയേറ്റർ ഒഴിഞ്ഞു കൊടുക്കണം. എന്തോ ലാഗ് വന്നു, എനിക്ക് വെച്ച സീനൊക്കെ കട്ടായി പോയി. ഞാനവിടെ പുറത്ത് മേക്കപ്പ് ഇട്ടിട്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ പടം ഷൂട്ടൊക്കെ കഴിഞ്ഞു, പാക്കപ്പ് വിളിച്ചു. നീ പാക്കപ്പ് കഴിഞ്ഞിട്ടായിരിക്കും എന്റെ സീൻ എടുക്കാൻ നിൽക്കണം. ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പൊ സേവിച്ചേട്ടൻ എന്നെ വിളിച്ചേക്കണ്, എടാ അതെ മറ്റേ സീൻ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റിയില്ല, അത് കുറെ ലാഗ് വന്നടാ, കുറച്ച് സീനൊക്കെ കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നു, നമുക്ക് അടുത്തേ പിടിക്കാടാ എന്ന് പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല ഏട്ടാ. എനിക്ക് എന്തൊരു കഷ്ടം, അറ്റ്ലീസ്റ്റ് മേക്കപ്പ് എങ്കിലും ഇട്ടിരുന്നില്ലേ. ഞാൻ അടുത്ത സേവിച്ചേട്ടൻ്റെ അടുത്ത കോള്, എടാ അതെ പോയിക്കോളൂല്ലേ, ഞാൻ വേറെ കുറച്ച് പരിപാടി ഉണ്ട്, അപ്പം തിരിച്ചു പോകാൻ കാറൂലേട്ടാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ പുറത്തേക്ക് ചാൻസ് ഇല്ലാതെ കാറുമില്ല. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് നടക്കുമ്പോ ബസ് സ്റ്റോപ്പിലേക്ക് ഇറക്കിയപ്പോ രാവിലെ എന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത പിള്ളേര് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുക. അവര് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ച് അവർക്ക് പൈസയും കിട്ടി അവരവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ എങ്ങനെ ഇവരുടെ മുമ്പിലേക്ക് പോകും? ഞാൻ അവിടെ ചെന്നിട്ട് നിൽക്കേട്ടാ. അവന്മാരവിടെ നിന്നിട്ട് നല്ല തള്ളാല്ലേ. ഞാൻ നോക്കിയപ്പോ ഏതൊരു ബസ് വന്നു ചാടി കയറിയില്ല. ഇതെങ്ങോട്ടേട്ടാ ആലോചിക്കാട്ട് ഇടപ്പള്ളിയിൽ ഇറങ്ങിത്താ. അങ്ങനെ രക്ഷപ്പെട്ടു തോന്നുന്നു. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ നല്ല രസമുണ്ട്. അന്ന് ഞാൻ ചമ്മരണ്ടല്ലോ. ഇതേപോലെ കുറെ കിട്ടിയിട്ടുണ്ട്, കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്രയൊക്കെയുള്ളു. ഇത് പറഞ്ഞ എല്ലാവർക്കും ബോറടിക്കും. മുമ്പേ പറഞ്ഞില്ലേ സിനിമയിലെ ഒരു
കറുപ്പ് വെളുപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പൊ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ടോ? ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ എന്തോരം ഒരു ടൈമില് എനിക്ക് തോന്നുന്നു സിനിമാ നടൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാരും മനസ്സിൽ വരുന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി എഴുതിപ്പോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ പേരെടുത്ത് പറയുന്നില്ല, അത് ശരിയല്ലോ. ദൂരം ആൾക്കാരുണ്ട് അങ്ങനെയൊന്നും നോക്കുന്നില്ല. നല്ല കഴിവുള്ള നല്ല ബോധമുള്ള ഡയറക്ടറുടെ കയ്യിൽ ആരെ കിട്ടിയാലും ആ സിനിമയ്ക്ക് ആപ്റ്റ് ആണെങ്കിൽ അവര് വളർത്തി വെക്കും. അവിടെ കറുത്തവൻ വെളുത്തവനൊന്നുമില്ല. ഇനിയിപ്പൊ അങ്ങനെ നോക്കുന്നുണ്ടോന്ന് അറിയില്ല. ഇടയ്ക്ക് എവിടേക്ക് എന്താ വിവാദമൊക്കെ ഇങ്ങനെ വരും. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ എവിടെ ഉള്ളത് അപ്പൊ തന്നെ തിരിച്ചടി കൊടുക്കും, അവർക്ക് കിട്ടിയതും മേടിച്ചോണ്ട് പോകുന്നല്ലാണ്ട്. പക്ഷെ എന്നെ പറഞ്ഞ ഡയറക്ടറെ അങ്ങനെ വെച്ചിട്ടുണ്ട്, അത് ഞാൻ വിടൂലായിരുന്നു. അതിനൊരു ഭാഗ്യം ഉണ്ടാവട്ടെ ഉടനെ തന്നെ. അതെ അതെ അതെ, ഇവളും പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇനിയും ലൈക്ക് ഇതിലൊരു കോൺട്രവേഴ്ഷ്യൽ ഇപ്പൊ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിന്റെ അകത്ത് പേര് കണ്ടിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് ആയിരിക്കും ചോദിക്കുന്നത്. എന്റെ ദൈവം, എനിക്കറിയില്ല. എനിക്ക് എന്തിനാണ് എന്നെ പ്രഡിക്ഷൻ ലിസ്റ്റിലേക്ക് എടുത്തിട്ടേന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എവിടെയോ കാണും. ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അവനെ കുറെ മെസ്സേജ് അയച്ചടാ എന്തിനാടാ ഈ പഠിക്കണത്. കാരണം ഒരുപാട് പേര് കാണുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസ് നല്ലൊരു ഷോയാണ്, ഒരുപാട് പേര് അതിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കും ആഗ്രഹമുള്ള ഒരാളൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് അതിന്റെ ഒപ്പം തന്നെ ആഗ്രഹത്തിനൊപ്പം പേടിയുണ്ട് നന്നായിട്ട്. ഈ ഷോയിലൊക്കെ പോയാൽ എന്താവും എനിക്കൊന്നും അറിയില്ല. ആ ഒറിജിനൽ സ്വഭാവം പുറത്തു വരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാവർക്കും നമ്മള് നാട്ടുകാര് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് കാണുന്ന ഒരാളല്ലാതെ വേറൊരാളും കൂടി നമ്മുടെ ഉള്ളിലുണ്ട്. അതറിയാവുന്നത് നമ്മുടെ ഏറ്റവും ക്ലോസ് സർക്കിളിലായിരിക്കും. അവർക്കറിയാം നമ്മൾ എന്താണെന്ന്. അതാണ് ആ ക്ലോസ് സർക്കിൾ എന്ന് പറഞ്ഞാൽ, അതാണ് നമ്മുടെ ഏറ്റവും കംഫർട്ട് സ്പേസ്. അവിടെ പറയുന്ന എല്ലാവർക്കും ഉണ്ട്. ഈ പറഞ്ഞ എനിക്കാണ്, എല്ലാവർക്കും അങ്ങനെ ഒരു ക്ലോസ് സർക്കിളിൽ നമ്മൾ എന്തും പറയും. കാരണം നമുക്ക് അത്രയും ഫ്രീഡം ആണ് ആ സർക്കിളിൽ. ഇത് നമ്മൾ നാട്ടുകാരെ മുമ്പേ കാണിച്ചാൽ പറയും ഇവരെന്ത് വൃത്തിയിട്ടാണ്. വീട്ടിൽ കാണിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റും. പിന്നെ കസിൻസിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ജി എന്ന് പറയും. അന്ന് ഈ പറയുന്ന എല്ലാവരുടെയും ക്ലോസ് സർക്കിളിൽ ഈ മുഖം നമുക്കുണ്ട്. ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇതിൽ ഏത് സർക്കിളിൽ നിന്നുള്ളതാണ് നമ്മളെ വലിച്ച് താഴത്തേക്ക് ഇടുക എന്ന് പറയാൻ പറ്റില്ല. എന്തായിരിക്കും നമ്മൾ പുറത്ത് റിവീൽ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ടെൻഷൻ എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ വിളിച്ചാ പോകില്ല? അല്ലല്ല, പോകില്ല. ഞാൻ ചിലപ്പോ പോകും, ചിലപ്പോഴല്ല. ഈ എല്ലാം ട്രൈ ചെയ്യണ്ടേ നമുക്ക്. ഓൾറെഡി കോൾ വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല ഇപ്പൊ ഇതുവരെയായിട്ട് അങ്ങനെ അതൊന്നും വന്നിട്ടില്ല. പ്രതീക്ഷിക്കാം അല്ലേ? ഞാൻ പറഞ്ഞില്ലേ അവർക്ക് നമ്മള് ഇവനെയും കൂടി ഇപ്രാവശ്യം എടുത്തേക്കാം എന്ന് തോന്നുകയാണെങ്കിൽ ആ ടൈമിലെ സാഹചര്യം ഒക്കെ നോക്കിയിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ ഇപ്പൊ വിളിച്ചു, അക്സെപ്റ്റ് ചെയ്തു, പോയി എന്ന് വിചാരിക്കാം. അപ്പം എങ്ങനെയായിരിക്കും? ഇപ്പം പോകുന്ന ഒരു സംഭവം പിടിച്ചാണോ പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലൊരു സംഭവം ഉണ്ടോ? മീൻസ് ഞാൻ അതിനകത്ത് പോയാൽ പോകും. പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ട്, പോയില്ല അത് അപ് ടു ശ്രീനാഥ്. ഞാൻ ചോദിച്ച പോവാണെങ്കിൽ ചീത്തപ്പേരായിട്ട് പുറത്തു വരുമോ? നാളെ എന്താ പരിപാടി അനുവിന്? പള്ളി പോണം. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞായറാഴ്ച എന്താ പരിപാടി? പള്ളി പോണം. വേറെ പരിപാടി ഒന്നുമില്ല? ബുധനാഴ്ച എന്തായിരിക്കും പരിപാടി? ഒരാഴ്ച കഴിഞ്ഞിട്ട് പരിപാടി ഒന്നുമില്ല. അറിയില്ല, നമുക്കറിയില്ല. ഇത് തന്നെയാണ് എന്റെ അവസ്ഥ. അവിടെ പോണം, ഇപ്പൊ പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞ പോലെ എനിക്ക് ബിഗ് ബോസിൽ പോകണം, ആ ആഗ്രഹം എനിക്കുണ്ട്. അവിടെ ചെന്നിട്ട് എന്താ കാണിക്കാൻ പോണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ചിലപ്പോ നമ്മളായിട്ട് നിൽക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇനി എന്താവും? പലരും നമ്മൾ കണ്ടേക്കുന്ന പുറത്ത് കണ്ടേക്കുന്നവരല്ല പലരും അകത്ത് ചെല്ലുമ്പോ. ചിലപ്പോ ഞാൻ തിരിച്ചിറങ്ങുമ്പോ അനുവിന് എനിക്ക് കുറച്ച് നാളായിട്ടുള്ള പരിചയമുണ്ട്. അനു പറയും പഴയ ബന്ധവും പറഞ്ഞിട്ട് അവനും ഞങ്ങാനും വിളിക്കൂ. ചിലപ്പോ എന്റെ നമ്പറൊക്കെ ബ്ലോക്ക് ആയി കളയും. ആ അവസ്ഥയില് ആയിക്കൂടാന്നൊന്നുമില്ല. പക്ഷെ നെഗറ്റീവായി പോയവര് പോസിറ്റീവായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അല്ല, നമുക്ക് അറിയില്ലടാ. നമുക്ക് എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു എന്റർടൈനർ ആവണമെന്നും എല്ലാവരുടെയും കൂടെ അടിയിടിയൊക്കെ ഉണ്ടാവുന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാവരുടെയും കൂടെ ഹാപ്പി ആയിട്ട് നമുക്ക് ഒരു ചിരിച്ച മുഖത്തിൽ ഇറങ്ങി പോരണമെന്നാണ് എന്റെ ആഗ്രഹം. പോവുകയാണെങ്കിൽ പബ്ലിസിറ്റിക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആണ് ബിഗ് ബോസ് എന്ന് തോന്നിയിട്ടുണ്ടോ? ബിഗ് ബോസ് കയറി കഴിഞ്ഞാൽ എല്ലാവരും അറിയൂലേ. ബിഗ് ബോസ് എന്താ പറയാ, നമ്മൾ എന്താ ഇപ്പൊ ചെയ്തോണ്ടിരിക്കണെന്ന് കാണാനുള്ള ഓപ്ഷൻ വരെ ഇപ്പൊ ഉണ്ടല്ലോ. പബ്ലിസിറ്റിക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെ. പോവോ കിട്ടിക്കഴിഞ്ഞാൽ? പോവും. കിട്ടട്ടെ, ഇത്രയും പെട്ടെന്ന് കിട്ടട്ടെ. ഇനി അപ്കമിങ് മൂവീസ് എന്തൊക്കെയാണ്? അപ്കമിങ് മൂവീസിൽ ആകെ ഇപ്പൊ ഒരു മൂവിയാണ് അഭിനയിച്ചു കഴിഞ്ഞേക്കുന്നത്. പിന്നെ ഇങ്ങനെ ഇപ്പൊ ഒരു പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ 1-2 പടങ്ങൾ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ കുറെ കാലമായിട്ട് ചാൻസ് ചോദിക്കാറുണ്ടായിരുന്നില്ല.
ഇപ്പോ പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോ പലരും നമ്മളെ നോട്ട് ചെയ്യുന്നുണ്ട്. പലരും നമുക്ക് ഓക്കെ നമുക്ക് പരിപാടിയൊക്കെ തരാന്ന് പറഞ്ഞു. ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന ബൂം ബാങ്ക് ആണ്. ബൂം ബാങ്ക് നമ്മുടെ ഓണത്തിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാവും എന്തായാലും. കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഒരുപാട് ഇപ്പൊ നടന്മാരായിട്ട് തന്നെ സിദ്ധാർത്ഥ് ഭരതൻ, സിജു വിൽസൺ, നിഷാന്ത് സാഗർ, പിന്നെ അരുൺ കുര്യൻ, കുറെ പേരുണ്ട്. പിന്നെ തൊപ്പി, വിക്കി തഗ്, അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്. സുബിൻ ടാർസൻ, ഷാരി, കുറെ പേരുണ്ട്. ഇപ്പൊ തൊപ്പിയെ പറ്റി പറഞ്ഞപ്പോ ഇപ്പൊ തൊപ്പിയാണല്ലോ ഇപ്പം സോഷ്യൽ മീഡിയ ഇങ്ങനെ റൂൾ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പം എന്താണ് അതിനെ പറ്റി ലൈക്ക് അങ്ങനെ ഒരു ഓൺലൈൻ മീഡിയ വന്ന് കാണിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണോ അവര് റിവീൽ ചെയ്തത്? ഇപ്പം ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ബിലോ ദ ബെൽറ്റ് ആണ് ഇത്. ഞാൻ വേണമെങ്കിൽ പേഴ്സണലി ഇപ്പൊ എനിക്കറിയാവുന്ന ഞാൻ പറയാം. തൊപ്പി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 10-25 ദിവസത്തോളം ഞങ്ങള് സെറ്റിൽ ഒരുമിച്ചുണ്ടായിരുന്നു. നമുക്ക് അവിടെ ഞാൻ കണ്ട തൊപ്പി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു തൊപ്പിയല്ല. അവനവിടെ വരുന്നു, അവന്റെ പണി ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. അല്ലാതെ അവിടെ ഈ പറയുന്ന പോലെ ആരായിട്ട് അടി ഉണ്ടാക്കാനോ ഈ പറയുന്ന പോലെ ഇപ്പൊ എല്ലാവരും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം നമ്മൾ കാരവനിലൊക്കെ പലപ്പോഴും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ലൂഡോ കളിക്കുമായിരുന്നു എല്ലാവരും കൂടി. അല്ലാണ്ട് വേറെ ഒരു തൊപ്പിനെ ഞാൻ കണ്ടിട്ടില്ല. പേഴ്സണലി എനിക്ക് ഇതിനു മുമ്പ് എനിക്ക് അറിയില്ല തൊപ്പിനെ. എനിക്ക് ആ സിനിമയോട് ബന്ധപ്പെട്ടിട്ട് അറിയുന്നത് പിന്നെ ഏതൊരു ഫംഗ്ഷനൊക്കെ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് ജസ്റ്റ് കണ്ട് ഹായ് പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്കറിയില്ല. പിന്നെ അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ ചോദിച്ചാൽ വീഡിയോ ഇതൊക്കെ അതൊരു ബിലോ ദ ബെൽറ്റ് ആണല്ലോ. ഇപ്പം എത്ര വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ എത്ര പ്രശ്നമാണ് അല്ലെ ശത്രുത. ഇപ്പം മുമ്പേ പറഞ്ഞ ഡയറക്ടർ ഇപ്പം ആളെന്തെങ്കിലും ചെയ്ത ബിലോ ദ ബെൽറ്റ് നമ്മൾ ചെയ്യാൻ പോകത്തില്ലല്ലോ. ഇതിപ്പം അത്രയും അവരുടെ ആ ഒരു പേഴ്സണൽ ഒരു സംഭവം ഇപ്പൊ നമ്മളെല്ലാവരും അങ്ങനെ ഒരു സംഭവം നടന്നതിൽ നമ്മളെല്ലാവരും ഉള്ള ചോദ്യമാണ് ഇവരെന്തിനത് കാണിച്ചേ. ഒരു സുപ്രഭാതത്തിൽ അതെന്താ കാണിച്ചെന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും എൻ്റെ ഉള്ളിലൊരു ചോദ്യമുണ്ട്. പിന്നെ അറിയില്ല ആ ടൈമിലെ സിറ്റുവേഷനിൽ അവരുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്ക് അബദ്ധങ്ങൾ പറ്റി. അത് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളായിരിക്കാം. അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. അത് എന്തുകൊണ്ട് അത് കാണിക്കാനുണ്ടായ സാഹചര്യം, അത് എത്രത്തോളം മെന്റൽ ട്രോമയിലേക്ക് പോയിട്ടായിരിക്കും അത് കാണിച്ചത്, അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ എന്തുകൊണ്ടായിരിക്കും ഇവർക്കെതിരെ തിരിഞ്ഞത്. രണ്ടുപേർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും. നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് പറയാതിരിക്കുക നല്ലത്. ഇപ്പം ഈ തൊപ്പി എന്നൊരു ഇഷ്യൂ വന്നോണ്ട് ഞാനൊരു ക്വസ്റ്റ്യനോട് ചോദിക്കാം. മൂവിയിലുണ്ട് തൊപ്പി, ബൂം ബാങ്ക്. അന്നേരം അത് ഇപ്പൊ ഇത്രയും ഒരു കോൺട്രവേഴ്സി ഈ മൂവിയെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്നു തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലോ. ഇപ്പൊ ഞാൻ പറയട്ടെ, സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും റിയൽ ലൈഫിൽ നടക്കുന്ന എന്നെ അല്ല സിനിമയിൽ കാണിക്കുന്നത്. ആ സിനിമയിലെ കഥാപാത്രത്തെയാണ് അതിൽ നമ്മൾ പോയിട്ട് കാണിച്ചു കൊടുക്കുന്നത്. ഒരിക്കലും ഇപ്പൊ ഈ നടക്കുന്ന ഇന്റർവ്യൂ എടുക്കുന്ന ശ്രീനാഥിനെയാണ് അതിനകത്ത് വേണ്ടത്. ആ സിനിമയിൽ ഒരു ഇന്റർവ്യൂ എടുക്കണം, അങ്ങനെയല്ല. ഇതിനകത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, അത് നീ ചെയ്താൽ നന്നാവും, നീ വന്ന് ചെയ്യൂ. അപ്പൊ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതാണെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്യും. ഈ തൊപ്പിനെ സംബന്ധിച്ചിടത്തോളം തൊപ്പി എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് തൊപ്പിക്ക് ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. ആ ക്യാരക്ടർ തൊപ്പി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാരും സിനിമയായിട്ടല്ലേ കാണുന്നത്. പേഴ്സണലി ഇപ്പൊ ആര് ചീത്ത പറയണമെങ്കിലും അല്ലെങ്കിൽ ആര് ഉപദേശിക്കണമെങ്കിലും നമുക്ക് പേഴ്സണലി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു സിനിമയിൽ വരുമ്പോ ഇദ്ദേഹം ഒക്കെ ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടർ, ആ കൊടുത്ത പണി അദ്ദേഹം മര്യാദക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ കാഴ്ചപ്പാടിൽ. അങ്ങനെയാണ്. സിനിമയെ ബാധിക്കാൻ സാധ്യതയില്ല. എന്തിനാ ബാധിക്കുന്നത്? ആ ഒരാള് മാത്രമല്ലല്ലോ, എത്ര പേരുടെ കഷ്ടപ്പാടാ സിനിമ. എത്ര ആൾക്കാരുണ്ട് ഈ സിനിമ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആ സിനിമയിലുള്ള ഒരാള് ഒരു കോൺട്രവേഴ്സി, ഒരു ഇഷ്യൂവിൽ പെട്ട് കഴിഞ്ഞാൽ ആ സിനിമേനെ മൊത്തത്തിൽ ബാധിക്കേണ്ട കാര്യമില്ലല്ലോ. അത് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ലേ. സിനിമ എന്ന് പറഞ്ഞത് വേറെ അല്ലേ. അതിന്റെ പുറകിൽ ഒരുപാട് പേരുടെ സ്വപ്നങ്ങളുണ്ട്. പലരും ഇപ്പൊ പല ഇൻഫ്ലുവൻസേഴ്സിനെയും ആദ്യമായിട്ട് അഭിനയിക്കാൻ പറ്റിയേക്കുന്ന ഒരു സിനിമയാണത്. ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. കുറെ കാലം സിനിമ സ്വപ്നം കണ്ടു കിടന്ന ഒരുപാട് ആൾക്കാർ അതിലുണ്ട്. പിന്നെ അതിന്റെ ഡയറക്ടറുടെ ഫസ്റ്റ് പടമാണ്. അദ്ദേഹത്തിന് എന്തോരം പ്രതീക്ഷയുണ്ടാവും. ജുനൈദ് എന്ന പേര്. അതിന്റെ പ്രൊഡ്യൂസർ പൈസ മുടക്കിയേക്കുന്നത്. ഈ പൈസ മുടക്കിയേക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ കുടുംബങ്ങളിലേക്കാണ് ആ പൈസ പോകുന്നത്. അപ്പോ ഈ പൈസ ഇറക്കിയതും ഇതൊക്കെ എല്ലാവരും സ്വപ്നങ്ങളല്ലേ. ഒരാള് എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടതിന്റെ ഭാഗമായിട്ട് സിനിമയെ ബാധിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതല്ലോ. മനുഷ്യന്മാരിപ്പോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഇപ്പൊ എല്ലാം ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു ഇഷ്യൂ പറഞ്ഞല്ലോ, അപ്പം ശ്രീനാഥിന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ സോഷ്യൽ മീഡിയ ആളുകൾ കുറച്ച് മോശമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? എടാ എന്തും
എന്തും ആയിക്കോട്ടെ, ഒരു വാഹനം ആയിക്കോട്ടെ, നല്ലതിന് ഉപയോഗിക്കും, മോശമായിട്ട് ഉപയോഗിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒരു അടിയന്തര ഘട്ടത്തിൽ നമ്മുടെ മുന്നിൽ വരുന്നൊരു വാഹനമാണ് ആംബുലൻസ്. അത് നല്ലതിന് ഉപയോഗിക്കുന്നുണ്ട്. അന്ന് കുറച്ച് പേര് അതിനകത്ത് ലഹരി നടത്തിയതിനും ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്തതിനൊക്കെ പിടിക്കുന്നില്ലേ? അപ്പോൾ എല്ലാം ആൾക്കാരും നല്ലതായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മോശമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ എല്ലാവരുടെയും കയ്യിലാണ് ഫോൺ ഇരിക്കുന്നത്. ഇതിൽ കൂടി ഇപ്പൊ എല്ലാവരും കണ്ടോണ്ടിരിക്കുക. അതിൽ നല്ലതും ചെയ്യുന്നുണ്ട്, മോശം ചെയ്യുന്നുണ്ട്. നമുക്ക് ഓപ്ഷൻ ഉണ്ട്, നല്ലത് മാത്രം തിരഞ്ഞെടുക്കാൻ. നമ്മൾ നല്ലത് മാത്രം കാണാം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, അല്ലെ ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെ ഇടയിൽ ഒരു തെറ്റായ ധാരണയായിരിക്കും. ഓക്കെ, ഒരു പ്രശ്നം നടക്കുന്നു, അത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ എന്താന്ന് അറിയുക, അങ്ങനെയല്ല, എന്നാ പോയി ലൈവ് ഇടാം, അപ്പം ഞാനൊന്ന് ഇതിലെ കൂടി വൈറലാവും. അങ്ങനെ ഒരു ടെൻഡൻസി ആണല്ലോ. അപ്പം ശ്രീനാഥ് തോന്നിയിട്ടുണ്ടോ അതൊരു നല്ല ടെൻഡൻസി ആണ്? കോണ്ടന്റ്, നമ്മളൊരു കോണ്ടന്റ് ഉണ്ടാക്കുന്നതാണ് അത്. ഇപ്പൊ ഒരിക്കലും അവരെ തെറ്റ് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു പ്രശ്നം നടക്കുമ്പോൾ റിയാക്ഷൻ വീഡിയോസ്, ഇപ്പോ അശ്വിൻ കോക്ക് പോലെയുള്ള സിനിമകളെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന ആളുകൾ ഇങ്ങനെ ഒരാളെ പറയുന്നില്ല, പല പല മേഖലയിൽ പല പല ആളുകളുണ്ട്. അവരവരുടേതായിട്ടുള്ള ജോലി അവർ ചെയ്യുന്നു. അവരുടെ ജോലിയായിട്ട് അവർ മാറ്റി അവരതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, അവര് കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു പ്രശ്നം വരുമ്പോ റിയാക്ഷൻ വീഡിയോസ് ഇട്ട് ലൈവ് പോകുന്നതൊക്കെ അവർക്കും രണ്ട് കാര്യമുണ്ട് കേട്ടോ. ഒന്ന് നല്ലതിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്, ഒന്ന് റീച്ചിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്. അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈല് അവരെന്തൊക്കെയോ ചെയ്യുന്നു. നമുക്ക് ഫോളോ ചെയ്യണോ വേണ്ടോ എന്ന് നമ്മുടെ ചോയ്സാണ്, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എല്ലാവരും ചെയ്യട്ടെ. ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂ ഇറങ്ങി ഇതിന് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ വരും, ചിലപ്പോ അവരൊന്ന് റിയാക്ട് ചെയ്യട്ടെ. ആൾക്കാർക്ക് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കാണട്ടെ. എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, കയ്യിൽ ഫോണിലിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്കിനി ഒരു റാപ്പിഡ് ഫയർ സെഷനിലേക്ക് പോയാലോ? അടിപൊളി, പോരട്ടെ. ഞാൻ കുറച്ച് വേർഡ്സ് പറയാം. പെട്ടെന്ന് ആ ഒരു വേർഡ്സ് കേൾക്കുമ്പം ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു ഫണ്ണി എക്സ്പീരിയൻസ്, ഇപ്പം കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഒരു ഡയറക്ടറിന്റെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പം ചില വേർഡ്സും ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ലൈഫിൽ ഓർമ്മ വരുമല്ലോ. അപ്പം എന്താ ഓർമ്മ വരുന്നതെന്ന് പറയണം. ഫസ്റ്റ് വേർഡ് ലവ്. വളരെ കോൺട്രവേഴ്സി ആണല്ലേ? ഭയങ്കര കോൺട്രവേഴ്സി. ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീതിപ്രാവ് സിനിമയില് കുഞ്ചാക്കോനും ശാലിനിയും പ്രേമിക്കണ കണ്ടിട്ട് ഒരു 90s കിഡ്സിന് എല്ലാവർക്കും തോന്നുന്ന പോലെ ഇതേപോലത്തെ ഒരു പ്രേമം നമുക്ക് ഉണ്ടാവുമെന്ന് ചോദിച്ച് 10ാം ക്ലാസ് മുഴുവൻ തീർത്ത ഒരാളാണ് ഞാൻ. ആഗ്രഹം മാത്രം ഉണ്ടാവുള്ളൂ, അതൊന്നും നടന്നിട്ടൊന്നുമില്ല. പ്രേമിച്ചിട്ടില്ല? അപ്പോ പ്രേമിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ, പ്രേമിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എപ്പോഴും കഴിഞ്ഞില്ലേ, ഇത്ര കിട്ടിയില്ലേ, മതിയില്ലേ. ഓക്കെ, അടുത്ത വേർഡ് അച്ചീവ്മെന്റ്. അച്ചീവ്മെന്റ് എടാ, എന്നെ ഇവിടെ ഇരുത്തിയേക്കുന്നത് എൻ്റെ ഒരു അച്ചീവ്മെന്റ് ആണ്. കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം എന്നുള്ള ഒരു നല്ലൊരു ബോധ്യത്തിലാണ് ഞാൻ നടക്കുന്നത്, ഇരിക്കുന്നത്, ഉറങ്ങുന്നതൊക്കെ. എന്നോട് പലരും പറയും, എടാ അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, ഇതില്ല. ഇതൊക്കെ ഇവരെല്ലാവരും എന്നെ ഉപദേശിക്കുന്നത് നല്ലതിനാണ്. പക്ഷേ എനിക്കൊരു ലക്ഷ്യമുണ്ട്, അതിൽ ഞാൻ എത്തും. അതിലെത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇവർക്കത് മനസ്സിലാവും എന്നും പറഞ്ഞ് ഞാൻ ആഗ്രഹം കൊണ്ടല്ല നടക്കുന്നത്, ഇറങ്ങി തിരിച്ചേക്കണേ. അത് ഞാൻ എൻ്റെ ഓരോ അച്ചീവ്മെന്റ് ഞാൻ ഇങ്ങനെ കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഒന്ന് ചിരിക്കും. നടന്നു, അത് ഇനിയുണ്ട്. ഇതൊക്കെ അതിനു വേണ്ടിയിട്ട് തന്നെ ഞാൻ ജീവിക്കുന്നത്. അടുത്തത് ലൈഫിലെ ഹാപ്പിയസ്റ്റ് മൊമെന്റ്, ലൈക്ക് ഒരിക്കലും ഞാൻ മറക്കില്ല, ഇതാണ് ലൈഫിലെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടില് TV മേടിച്ചത്. അതെനിക്ക് ആളുകൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. എൻ്റെ വീട്ടില് TV മേടിച്ചത്. എൻ്റെ അച്ഛൻ അന്ന് നമ്മുടെ നാട്ടില് വിരലിലെണ്ണാവുന്ന വീടുകളിലെ TV ഉള്ളൂ. ആ ടൈമില് എൻ്റെ വീട്ടില് എനിക്കറിയില്ല, ഞാൻ ഒരു ദിവസം ട്യൂഷൻ കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ ഓട്ടോറിക്ഷയിൽ ഒരു TV, BPL ആണോ, BPLന്റെ ഒരു TV, അത് കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ വെക്കുന്നു. ചേട്ടന്മാരെല്ലാം കൂടി സെറ്റ് ചെയ്യുന്നു. എൻ്റെ ലൈഫിൽ ഭയങ്കര ഹാപ്പിയസ്റ്റ് മൊമെന്റ്. അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു സാധനം. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഹാപ്പി മൊമെന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അനിയന്മാരൊക്കെ എൻ്റെ ഏറ്റവും വലിയൊരു ഹാപ്പി മൊമെന്റ് തന്നെയാണ്. അവിടെയുള്ള ഓരോ മൊമെന്റും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളത് തന്നെ. അവരാണ് ഹാപ്പിയസ്റ്റ്. തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, എന്തിനും സപ്പോർട്ട് ചെയ്യുന്ന. ഞാൻ നേരത്തെ അവരുടെ പേരെടുത്ത് തന്നെ പറയണം. എൻ്റെ കൂടെ തന്നെ നടക്കുന്ന 2 പേരാണ്, നന്ദു, അനന്തു. ഒരു ടൈമില് ഞാൻ എവിടെ എത്താതെ അണഞ്ഞു പോകുന്ന ഒരു തീനാളമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതിങ്ങനെ പിടിച്ചവരാ 2 പേരും, 2 സൈഡിൽ നിന്നും. അവര് കാരണമാണ്
എനിക്കൊരു സെക്കൻഡ് സ്റ്റേജിലേക്ക് ഞാൻ വളർന്നത്, എനിക്കൊരു ആളുകളിലേക്ക് ഞാൻ എത്തിയത്, ജാങ്കോ സ്പേസിൽ ഞാൻ എത്തിയത്, സിനിമയിൽ അഭിനയിച്ചത്, എല്ലാത്തിൻ്റെയും തുടക്കം അവിടെ നിന്നാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നതിന്റെ വരെ. എന്നാ പിന്നെ നെക്സ്റ്റ് വേർഡ് അത് തന്നെ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് അത് ഒന്നും പറയാനില്ല, എനിക്ക് അവന്മാർ രണ്ടുപേരും. പിന്നെ അവർ രണ്ടുപേരും ഞാൻ പറഞ്ഞത്, ഇനി എന്തിനും എല്ലാ നാട്ടിലും നമ്മൾ എത്രയൊക്കെ വലുതായാലും എത്രയൊക്കെ ചെറുതായാലും നമ്മുടെ കൂടെ കളിച്ചു തുടങ്ങുന്ന കുറെ പേരുണ്ട്. അവന്മാര് എന്തിനു വേണ്ടിയിട്ട് അവർ മുമ്പിലുണ്ടാവും, ഒരു ലാഭവും പ്രതീക്ഷിച്ചിട്ടല്ല. അങ്ങനെ എൻ്റെ നാട്ടിലുണ്ട് എൻ്റെ കുറെ ഫ്രണ്ട്സ്, അടിപൊളി പിള്ളേര്. നമ്മൾ എന്തിനു വിളിച്ചാലും ഓടി വരുന്ന നമ്മുടെ കുന്നുംപുറത്ത് ഒരു ലോഡ് പിള്ളേരുണ്ട് ഫ്രണ്ട്സ്. പിന്നെ നന്ദു അനന്തും, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തേക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവന്മാരെന്റെ രണ്ട് കൈയാണ്, നന്ദു അനന്തും. ഞാൻ മറക്കില്ല, എവിടെ എത്തിയാലും അവന്മാരാണ് എന്റെ ഏറ്റവും വലുത്. അടുത്തായിട്ട് നമുക്ക് നന്ദു അനന്തു ശ്രീനാഥനെയും കൂടി വിളിക്കാം. എന്തായാലും അവന്മാരെ വിളിക്കണം. അവന്മാര് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ട്രോളുന്നത് അവന്മാര് തന്നെയാ. അവരടിപൊളിയാ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാഥിന്റെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ് ജാങ്കോ സ്പേസ്. എന്താണ് ജാങ്കോ സ്പേസ്? അതെന്റെ വീടാണ്. ഇത് എന്റെ രണ്ടാമത്തെ വീട് എന്ന് പറയാം. കാരണം അവിടെ ഉള്ളവർ എന്റെ ഫാമിലി മെമ്പേഴ്സ് ആണ്. ഞാൻ എവിടെ എത്തിയാലും എന്തൊക്കെ നേടില്ലെന്നും അറിയില്ല, നേടിയാലും ജാങ്കോ സ്പേസിനോടുള്ള ഒരു നന്ദി അത് ഞാൻ മരിക്കണവരുണ്ടാവും. കാരണം എന്നെ ഞാനാക്കി മാറ്റാൻ 4 ആളുകളിലേക്ക് എന്നെ എത്തിച്ചത് ജാങ്കോ സ്പേസാ. ഇനി ഒരാളും കൂടി ഉണ്ട് കേട്ടോ. കൊച്ചിയില് KCV എന്ന് പറഞ്ഞ ചാനലുണ്ട്, കൊച്ചി കേബിൾ വിഷൻ, ബിബിൻ ചേട്ടന്റെ. ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പോലും അറിയാതെ നിൽക്കുന്ന സമയത്ത് ഞാൻ വെറുതെ പോയി ചാൻസ് ചോദിച്ചപ്പോൾ ഫോണിംഗ് പ്രോഗ്രാം ചെയ്തോളാൻ പറഞ്ഞിട്ട് ധൈര്യത്തില് ലൈവ് ഫോണിംഗ് പ്രോഗ്രാം എടുത്ത് എൻ്റെ തന്ന ആളാണ്. ഞാനൊരു 2-3 വർഷത്തോളം അവിടെ പ്രോഗ്രാം ചെയ്തു. കൊച്ചിയിൽ പരിസര പ്രദേശത്ത് മാത്രമേ ആ പരിപാടി ഉള്ളൂ. അതാണ് എൻ്റെ തുടക്കം. അത് ഈ 2 സ്ഥലവും. എനിക്ക് തോന്നുന്നു ചിലവരൊക്കെ ലൈഫിൽ അങ്ങനെ ആയിരിക്കും. നമ്മളൊന്നും ചെയ്യുന്നില്ലായിരിക്കും, എന്നാലും ഓക്കെ അവർക്കൊരു ട്രസ്റ്റ് കാണും, നമ്മളിത് ചെയ്യും. എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പോഡ്കാസ്റ്റ് തുടങ്ങാം എല്ലാം വെച്ചു. അന്നേരം എനിക്ക് ആരെ വിളിക്കണം, ഇപ്പം മുന്നേ പറഞ്ഞ പോലെ ഞാൻ ഒരു നെപ്പോക്കിട്ടല്ല, ഞാനിപ്പോ പെട്ടെന്ന് വിളിച്ചാൽ ആരും വരത്തില്ല. അപ്പോ ഞാൻ അങ്ങനെ ചെയ്തപ്പോഴാണ് ശ്രീനാഥിനെ വിളിക്കുന്നത്. ഒന്നുമില്ലാണ്ട് ശ്രീനാഥ് പറഞ്ഞു ഞാൻ വരാനോ. അതാണ് എനിക്കിപ്പം ആക്ച്വലി ഓർമ്മ വന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ നീ വന്ന് ഫോൺ ഇൻ പ്രോഗ്രാം ചെയ്തോ, അപ്പൊ എനിക്ക് ലിറ്ററലി എനിക്ക് ഇതാ ഓർമ്മ വന്നത്. ഒന്നും അറിയത്തിന്റെ അടുത്ത് ഞാൻ വരാം, ഞാൻ വന്ന് സംസാരിക്കാം. അല്ല അനു ഞാൻ പറയട്ടെ, ഇപ്പൊ എനിക്ക് അനുവിനെ കുറച്ച് മുമ്പേ അറിയാം. ഒരുപാട് ഇപ്പൊ ഞാൻ അനു പറയുന്ന പല കാര്യങ്ങളും ഞാനായിട്ട് ഇപ്പൊ നമ്മൾ ഇങ്ങനെ തുറന്നു പറഞ്ഞെന്നുള്ളൂ. ഞാൻ എന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അറിയില്ല. അനു പറയുന്ന പല കാര്യങ്ങളും ഇപ്പൊ മനസ്സിലായില്ലേ, ഇതൊക്കെ എന്റെ ലൈഫിൽ കൂടി ഞാൻ കടന്നു വന്ന ഒരാളാണ്. അപ്പൊ ഞാനായിട്ട് അത് കണക്ട് ചെയ്യുന്നത് ഒരുപാട് പേരോട്ട്. എൻ്റെ അടുത്ത് എന്ത് ആവശ്യത്തിന് വന്നാലും എന്നെ കൊണ്ടാവുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്തു കൊടുക്കും. കാരണം എല്ലാവരും വളരട്ടെ. നിനക്ക് നീ വാ നിന്നെ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ നീ വാ നിന്നെ ആങ്കറിങ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞിട്ടോ കൈ പിടിച്ചു കൊണ്ടുപോകാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇതേപോലെ ചോദിച്ച് ഒരാൾ പെർമിഷൻ തന്നപ്പോഴാണ് ഞാൻ കയറിയത്. അതേപോലെ അനു എന്ന് പറയുമ്പോഴും ആഗ്രഹമല്ല ഒരാളുടെ. ഓക്കെ, എന്നെ ചൂസ് ചെയ്തതിലാണ് ഞാൻ ഞെട്ടിയത്. എന്തോരം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, എന്തിനാണ് എന്നെ എന്നുള്ളൊരു ചിന്ത എനിക്ക് എന്നോട് തന്നെ തോന്നിയിട്ടുണ്ട്. എനിക്ക് വരണോണ്ട് എന്താ പ്രശ്നം? ഇനി ഞാൻ കുറച്ച് ഓപ്ഷൻസ് തരാം. അപ്പം ശ്രീനാഥ് ആ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, ഒരു ഡ്രീം റോൾ എന്തെങ്കിലും. ഇപ്പം മുന്നേ പറഞ്ഞു ഞാൻ അനിയത്തിപ്രാവ് കണ്ടിട്ട് എനിക്ക് പ്രേമിക്കണം, അതൊരു ഓപ്ഷൻ ആണല്ലോ, അങ്ങനെ വരാം വരാതിരിക്കാം. അതുപോലെ ഒരു ഡ്രീം റോൾ പഴയ ഇപ്പം അഭിനയിച്ച പടമൊന്നും അല്ല, ഇപ്പം നമ്മൾ കുറെ പടം കാണുന്നുണ്ടല്ലോ, അതുപോലെ ഒരു ഇപ്പൊ എനിക്ക് കുറെ ബോളിവുഡ് പടങ്ങളൊക്കെ കാണുമ്പോ എനിക്കും സാരി എടുത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരാറുണ്ട്. അപ്പൊ അതുപോലെ ഒരു ഡ്രീം റോൾ ഉണ്ടോ? ഓക്കെ, ആ ഒരു ഇത് ഞാൻ അഭിനയിച്ചിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അയ്യോ, അങ്ങനെ ഏതൊക്കെ ഉണ്ടായിരുന്നു. ഞാനായിട്ട് തന്നെ കണ്ടേക്കുന്ന മംഗലശ്ശേരി നീലകണ്ഠനാണ്. അയ്യോ, അത്രയൊന്നും എന്റെ പൊന്നെ അങ്ങനെ ചിന്തിക്കില്ലേ, ചിന്തിക്കാൻ പോലും നോക്കൂറ്റില്ല ഒന്നും. ആഗ്രഹം ശരി, ചെറുതായിട്ട് ആഗ്രഹം. ശരി, നീലകണ്ഠനൊക്കെ ഒരു, പക്ഷെ ഞാനൊരു നീലകണ്ഠനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ശരിയാവൂല. പക്ഷെ ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഏതെങ്കിലുമൊക്കെ ഏതെങ്കിലും സിനിമയിലൊക്കെ ഒരു നല്ല ക്യാരക്ടർ ചെയ്യണം. നാളെ ബാഹുബലിയിൽ ഒരു ചാൻസ് കിട്ടിയാലോ? ബാഹുബലി പ്രഭാസ് ചെയ്ത റോള് ശ്രീനാഥിന് കിട്ടുക.
എനിക്ക് അതെനിക്ക് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഈ വെള്ളച്ചാട്ടത്തിന് ചാടുന്നതൊക്കെ എനിക്ക് വലിയ താല്പര്യമില്ല. എത്തിരി നിൽക്കുന്ന ആരാന്നറിയോ? അനുഷ്കയും തമന്നയും. ആരായാലും എന്താ അതിന് മുകളിൽ നിന്ന് കയറൂട്ടി താഴ്ത്തു കഴിഞ്ഞാൽ തമന്ന ഉണ്ടാവൂല, അനുഷ്ക ഉണ്ടാവൂല. എന്നെ ട്രോള് മേടിച്ചു തരാൻ വേണ്ടിട്ട് ഓരോന്നൊക്കെ ചോദിച്ചിട്ടേ പ്രഭാസായിട്ട് ഇതിക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ. പക്ഷേ മാനിഫെസ്റ്റേഷൻ അടുത്ത പടത്തിൽ എന്റെ പൊന്നെ അത്രയൊന്നും ഞാൻ മാനിഫെസ്റ്റ് ചെയ്യില്ല. മുമ്പേ പറഞ്ഞ നോണപ്പറച്ചിൽ ആ പടം എടുത്ത് എത്ര കോടിക്കാൻ അറിയാമോ? എന്നെ വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കേ, ബാഹുബലിയിൽ ഞാനാണ് വലിയ നായകനെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ വരുമ്പോ ട്രോളന്മാര് ഞാൻ ആ സാധനം തലയിൽ ഇങ്ങനെ നമ്മള് സംസാരിക്കും മോളില് മറ്റേ ബാഹുബലിയുടെ ഇത് പോവായിരിക്കും ട്രോളന്മാരുടെ തലയൊക്കെ വെച്ച്. എന്നെ ഏറെയൊക്കെ കുറച്ചു മുമ്പ് പറഞ്ഞാട്ടാ, ഇതുവരെയായിട്ടും ആരും കളിയാക്കാത്ത ഒരു അവതാരക ഇന്ന് ഇതോടുകൂടി തീരുമാനമാക്കി തരും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്ക് പഴയ KGF പറയരുത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇപ്പം പഴയ കുറെ പടങ്ങൾ നമുക്ക് കാണുമ്പോ ഈ എൻഡിങ് വേണ്ടായിരുന്നു. ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും മിന്നാരത്തില് ആ മാറ്റിയെഴുതാൻ. ഇപ്പം എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും മിന്നാരത്തിൽ അത്ര ഓടി വന്നിട്ട് ആ മരുന്ന് കൊടുത്തില്ലല്ലോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ ക്ലൈമാക്സ് മാറ്റിയെഴുതാൻ ചിത്രം ഒരിക്കലും ലാലേട്ടനെ ജീപ്പിക്കറ്റ് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. ആ സോമചേട്ടൻ വിട്ടാലെന്തായിരുന്നു? അത് എന്തേലും കാണിക്കും. ഈ കാട്ടിലല്ല ആരും അന്വേഷിച്ചു വരാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ആഗ്രഹമല്ലേ. ചിത്രം എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു പരിപാടിയാണ്. സ്വപ്നക്കൂടില്ലേ? സ്വപ്നക്കൂടില് ഭാവന മരിക്കണ്ടായിരുന്നു. അല്ല അത് എന്നിട്ട് ഡാൻസ് കളിക്കായിരുന്നല്ലേ? എന്നാലും കുഴപ്പമില്ല. ഞാൻ ആലോചിക്കുന്നത് എന്തിനാണ് അത് അങ്ങനെ എഴുതി വെച്ച? എന്തിനാ ഭാവന കടലിൽ വീടില്ലേലും കുഴപ്പമില്ലായിരുന്നല്ലോ. എനിക്കൊന്നും ഭാവനയ്ക്ക് വേറെ പടത്തിന്റെ ഡേറ്റ് ആയിട്ടൊന്നും അതെനിക്ക് അതാ തോന്നണേ. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു അല്ലെ വളരെ നല്ല രീതിയിൽ പോയൊരു ക്യാരക്ടർ ഒറ്റ കാലായിട്ട് ഒരു വീഴ്ച. സിനിമയിൽ അങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും കാണിച്ചു ബൂംബാങ്കിൽ അഭിനയിക്കുമ്പോ എന്നോട് അങ്ങനെ പറഞ്ഞേ, നീ എന്തെങ്കിലും മുട കാണിച്ചു കഴിഞ്ഞാൽ നിന്നെ കൊല്ലും. നമ്മളൊരു വണ്ടിയിൽ ഫുള്ള് യാത്രയാണ്, ആ വണ്ടിയിൽ നീ വീണ് നീ മരിക്കും, അതോടെ നാളെ തൊട്ട് നീ ഇല്ലാന്ന് പറഞ്ഞു. സീരിയലിലൊക്കെ അങ്ങനെയാ. മറ്റേ ഡയറക്ടറായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നെങ്കിൽ അടുത്ത പണി മേടിച്ചു വെക്കാനുള്ളത് ഇട്ടിട്ടുണ്ട്. സീരിയലിൽ ഇങ്ങനെയാന്ന് ഞാനല്ലോ പറഞ്ഞത്. അല്ല, യൂഷ്വലി ഞാൻ ഒരു മൂവിയിലും കണ്ടിട്ടുണ്ട്, എന്നാ ഇവളെ കൊന്നേക്കാം ആ ഒരു സാധനം. അറിയില്ലട്ടാ, ദൈവത്തിന് അറിയാം. ആ സ്വപ്നക്കൂടൊക്കെ നല്ല സിനിമ കേട്ടാ. അല്ല, സ്വപ്നക്കൂടിന്റെ ക്ലൈമാക്സ് മാറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തിനാ ഭാവനെ കൊല്ലണ്ട. എല്ലാരും മരിച്ചു ഇല്ല, മീര ജാസ്മിൻ ഒറ്റയ്ക്ക്. അങ്ങനെയാണെങ്കിൽ മറ്റേ ഇതെടുത്ത് നോക്കിയേ, മറ്റേ നമ്മുടെ ഉണ്ണിമുന്നിട്ട് ഒരു ഭയങ്കര വയലന്റ് ആയിട്ടുള്ള പടം മാർക്കോ. ഒരു കൊച്ചിന് വേണ്ടി ആ വീട്ടിലെല്ലാരും കൊന്നുകളഞ്ഞില്ലേ? കൊച്ചിനെ കുറിച്ച് ബ്രൂട്ടലായി കൊന്ന പോലെ കൊച്ചിന് മാത്രം എത്ര പേരെ എന്തൊക്കെ കാണിച്ചാ കൊന്നേ. അതാ ഒരു കൊച്ചിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് ആ കൊച്ചിന്റെ അമ്മ എല്ലാരും മരിച്ചെന്നുള്ളേ. ഭാഗ്യത്തിൽ ഞാൻ വിചാരിച്ചത് ഇനി ഈ കൊച്ചും ഇതും കൂടി തീർന്നു കഴിഞ്ഞാൽ ഈയൊക്കെ വയ്യേ. ഞാൻ ഇതാലോചിച്ചോണ്ടിരുന്നത്. ടിക്ടോപ്പായിട്ട് വരുന്നുണ്ട്. നമ്മളെ വിജയണ്ണനോ ഒടിഞ്ഞ കാല് നേരെയാക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോഴാണ് വിജയണ്ണൻ ഫാൻസ് അസംബ്ലി. ഞാൻ കുറ്റം പറഞ്ഞല്ലോട്ടാ. പെണ്ണെ ആവശ്യമില്ലാത്ത അയ്യോ തമ്മയില് അതായിരിക്കും മിനിസ്റ്റർ ട്രോളി അവതാരകൻ. അല്ല നമ്മളെ സിനിമയല്ലേ ഇതൊക്കെ. മരിച്ചവരൊക്കെ തിരിച്ചു വരും, ഒടിഞ്ഞ കാല് നേരെയാവും. എനിക്ക് തോന്നുന്നു ഇപ്പം വിജയണ്ണൻ ഫാൻസ് ഒക്കെ കുറച്ച് ഡിപ്രസ്ഡ്. വിജയയുടെ കട്ട ഫാനാണ്. അല്ല, ബിക്കോസ് ഇത് പറഞ്ഞല്ലോ മുല്ലപ്പെരിയാറിന്റെ വിഷയം വന്നപ്പോ. അപ്പം എല്ലാരും ഞാൻ കുറെ കമന്റ്സ് കണ്ട, അണ്ണന്റെ വലിയ ഫാൻസാ ഞങ്ങള്, തിരിച്ചു പറയിക്കരുതെന്നൊക്കെ. നമ്മളെല്ലാം വിജയണ്ണന്റെ ഒക്കെ സിനിമകളെല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ടാണ്. തീരുമാനങ്ങളൊക്കെ ഓരോരുത്തരുടെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഒടിഞ്ഞ കാലൊക്കെ നേരെയാക്കിയ ആൾക്കാരൊക്കെ ഇവിടെ ഉള്ള കാലത്ത് 10 പേരെ ഒന്നിച്ചിടിച്ച് ഇടിക്കും, എല്ലാത്തിനും ഇടിക്കും. എനിക്കൊന്ന് സ്റ്റിൽ ആളുകൾ അത് വിശ്വസിക്കുന്നുണ്ടല്ലേ, 10 പേരെ ഒന്നിച്ചിടിക്കാം. ഹിന്ദിയിലൊരു മൂവി ഉണ്ടല്ലോ, ഓം ശാന്തി ഓം എന്ന് പറഞ്ഞിട്ട്, ഫസ്റ്റ് പടമാ ദീപിക പദുക്കോൺ. അപ്പൊ ദീപിക പദുക്കോൺ ഇങ്ങനെ വരുന്ന ഒരു എൻട്രി സീനില് ആള് പറയുന്നുണ്ട്, ഞാൻ ഒരു 10 പേരെ ഒന്നിച്ചിടിക്കുന്ന കണ്ടാലും ഞാനത് വിശ്വസിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു പഴയ മൂവീസിന്റെ ഒക്കെ ഒരു അതായിരിക്കും ഹൈലൈറ്റ്. അത് സിനിമയല്ലേ, നമ്മൾ സിനിമയിൽ എന്ത് കാണിച്ചാലും നമുക്ക് എന്താ സിനിമയിലല്ലേ. ആ ഒരു 19 പേര് അന്യനില് തെറിച്ചു കണ്ടിട്ടില്ലേ, നമുക്ക് ആ സിനിമയിലേ കാണാൻ പറ്റുള്ളൂ. ഇടിക്കട്ടെന്നേ റിയൽ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഈ ആവശ്യമില്ലാത്ത വള്ളി പിടിക്കാനായിട്ട് ഇടിക്കേണ്ടി വന്നിട്ടില്ല, ഇടിക്കില്ല. അപ്പം ഒത്തിരി ചോദിച്ച് ട്രോളൊന്നും നമ്മൾ വാങ്ങിച്ചു തരുന്നില്ല. അപ്പം കുറെ മുന്നേ പറഞ്ഞില്ലേ മൂവീസിന്നൊക്കെ കുറെ ഓരോരുത്തര് കളറിന്റെ പേര് കളിയാക്കിയിട്ടുണ്ട്, അല്ലെ കുറെ സ്കാം ഒക്കെ ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരാള് ടൊവിനോയ്ക്ക് വരെ ഡബ് ചെയ്തിട്ടുണ്ട്.
ട്രാക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. അതെ, പിന്നെ മാർവൽ സീരീസിൽ വന്നിട്ടുണ്ട്, കാന്താരയിൽ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു മറുപടി അല്ലേ? മറുപടി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ അച്ചീവ്മെന്റ്, എന്റെ ലക്ഷ്യം മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ആളാണ്. എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ ഫാമിലി ഉണ്ട് എന്നും പറഞ്ഞ് അവര് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് തോന്നിയ ദിവസം കാണിക്കും, അങ്ങനെയൊന്നുമല്ല. ഈ വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, എനിക്ക് ഒരു ഗോൾ ഉണ്ട്, അത് അച്ചീവ് ചെയ്ത് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ ഡബിങ് കാര്യങ്ങളൊക്കെ വന്നത്. ഡബിങ് വന്നു, അവതാരകനായി, ഒരു സിനിമയിൽ അഭിനയിച്ചു. ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം, നല്ല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം. അത് തന്നെ അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുന്നതുകൊണ്ട് അതെല്ലാം നടന്നു വരുന്നത്. ഒരിക്കലും നമ്മളെ ഇവരോടൊരു മറുപടി അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ എന്തിനാ അവരോടൊക്കെ മറുപടി പറയാൻ പോകുന്നത്? അവരോട് മറുപടി പറഞ്ഞു നിൽക്കാനാണെങ്കിൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. നമുക്ക് പണിയുണ്ട് ഇവിടെ വേറെ. ലക്ഷ്യം മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഫാമിലി ഇപ്പുറത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നും പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണമെന്ന് എന്ത് തോന്നിയ ദിവസമൊന്നും ഞാൻ കാണിക്കുന്നില്ല. കറക്റ്റായിട്ട് ഞാൻ വ്യക്തമായ ലക്ഷ്യങ്ങൾ, എൻ്റെ ഓരോ ഗോള് ഞാൻ അച്ചീവ് ചെയ്ത് പോവുക. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡബിങ് കിട്ടിയതും സിനിമ കിട്ടിയതും ഇതെല്ലാം ഈ വന്നോണ്ടിരിക്കുന്നത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നത്. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഇപ്പം ശ്രീനാഥ് തുടങ്ങിയത് ഒരു സ്ക്രാച്ചിൽ ലൈക്ക് ഒന്നുമില്ല, ഇതുപോലെ തന്നെ സ്ക്രാച്ച് നിൽക്കുന്ന ഇപ്പം ആളുകളുണ്ട് ഫ്രം സീറോ. അപ്പം അവരോട് എന്താ പറയാനുള്ളത്? എങ്ങനെ ഒരു ഹാർഡ് വർക്ക്, അല്ലെ ചിലവരുണ്ട് ഓക്കെ വർക്ക് ആവുന്നില്ല എന്നാ പിന്നെ ഇട്ടേച്ച് പോവാ, അങ്ങനെ പറയുന്ന ഒരു ലൈക്ക് ഇത്ര ഒരു ആളുകളുണ്ട്. എന്നാൽ സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, അല്ലെ വർക്ക് ചെയ്യണോന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പം അവരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളിലേക്ക് എത്താൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു സീറോ തുടങ്ങിയിട്ട് ഇവിടം വരെ എത്തി നിൽക്കുന്ന ഒരാളാണ്. ഇനിയുണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാടുണ്ട്. ഇതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഇറങ്ങുക. ഒരിക്കലും ഒരു ദിവസം ആരെങ്കിലും എന്നെ വിളിച്ച് അഭിനയിപ്പിക്കും, എന്നെ വിളിച്ച് ഡബ് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പണിക്കും പോകാതെ നടന്നു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് കുട്ടിച്ചോറായി പോകും. കാരണം കുറച്ച് വർഷങ്ങൾ, ഒരു 4, 5, 10 വർഷങ്ങൾ കഴിയുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, 10 വർഷങ്ങൾ കഴിയുമ്പോൾ കൂടെയുള്ളവരൊക്കെ രക്ഷപ്പെടും. സ്വന്തം അനിയന്മാരൊക്കെ കല്യാണം കഴിച്ചു പോകും. അപ്പോഴും ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഇതേ സിനിമയുടെ പുറകെ ഇങ്ങനെ നടന്ന് എവിടെ എത്താണ്ട് നടക്കുന്നു. ഇവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ശരിയാണല്ലോ, 10 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ 5 പൈസയിൽ എല്ലാവരും രക്ഷപ്പെട്ടു. ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും. ആ നേരത്താണ് ഒരു ഭ്രാന്തമായിട്ടൊരു അവസ്ഥയിലേക്ക് പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സിനിമയിൽ അഭിനയിക്കാൻ എന്തോ ആയിക്കോട്ടെ, ഇതിലേക്ക് ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ ഫാമിലീനെ സേഫ് ആക്കുക. നമ്മളൊക്കെ ഇതുപോലെ ഇരിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇതുവരെ ആക്കി വെച്ചേക്കുന്നത്. ഫാമിലീനെ സേഫ് ആക്കുക, സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കുക, എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ എന്തോ ആയിക്കോട്ടെ. അതിപ്പോ പ്ലംബിംഗ് ആണോ, ഡ്രൈവിംഗ് ആണോ, കമ്പ്യൂട്ടർപരമായിട്ടുള്ള ജോലികളാണോ, എന്തോ ആയിക്കോട്ടെ, ഒരു ജോലി കൈത്തൊഴിലായിട്ട് പഠിക്കുക. എനിക്ക് ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്നത്. ഞാൻ വണ്ടി ഓടിക്കാനൊക്കെ പോകുമായിരുന്നു അത്യാവശ്യം. ഇന്നും വേണമെങ്കിൽ ഞാൻ പോകും. എനിക്ക് എൻ്റെ കയ്യിൽ വരുമാനം ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തോ ഒരു ഓപ്ഷൻ നമ്മുടെ ചുറ്റും കിടക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സൊമാറ്റോ, സ്വിഗ്ഗി, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ അത് ഇഷ്ടം പോലെ ഓപ്ഷൻ. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് അവരുടെ ആഗ്രഹത്തിലേക്ക് ഇറങ്ങുക. ഇല്ലെങ്കിൽ ഒന്നും കയ്യിലുണ്ടാവില്ല, വട്ടപൂജയാവും. ആ നേരത്ത് പിന്നെ ഇരുന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. എപ്പോഴും ബാക്കപ്പ് വെച്ചിട്ട് മാത്രമേ ഉറപ്പായിട്ടും നമ്മൾ സേഫ് ആക്കുക, നമ്മളെ സേഫ് ആക്കുക. പറ്റുമെങ്കിൽ നമ്മുടെ ഫാമിലിനെ സേഫ് ആക്കുക. ഫാമിലിനെ സേഫ് ആക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ തന്നെ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഓക്കെ, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് വിചാരിച്ചോ അതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഏറ്റവും വലിയ തെളിവ് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് തന്നെ എത്തിയേക്കുന്നത്. വളരെ കുറഞ്ഞൊരു വിദ്യാഭ്യാസമുള്ള ഒരാളാണ് ഞാൻ പല TV ചാനലിന്റെ ഓൾ കേരള ഹെഡായിട്ട് വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അനുഭവത്തിൽ നിന്നും നമ്മൾ ഈ കാണുന്ന കാഴ്ചകളിൽ നിന്നുള്ള അങ്ങനെയുള്ള ഒരു പഠനത്തിൽ കൂടി തന്നെയാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. അത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മൾ എന്തായാലും ഇനി അധികം ട്രോൾസ് ഒന്നും ശ്രീനാഥിന് തരുന്നില്ല. അപ്പം ഇത് ട്രോളാണോ തന്നത്? ലാസ്റ്റ് ഫുൾ ട്രോൾ അയ്യോ, ബാഹുബലി ഒക്കെ വരും ഉടനെ കിട്ടും എനിക്ക്. ഞാൻ തന്നെ പറയുകയും ചെയ്തു. അതെ. അപ്പം അതിനു മുന്നേ ഒരു ടോക്കൺ ഓഫ് ലവ് നമ്മുടെ സൈഡിൽ നിന്ന്. ഓക്കെ, ഓ മൈ ഗോഡ്. ആസ് എ ടോക്കൺ ഓഫ് ലവ്, ഇത് താങ്ക് യു. ഇത് ആക്ച്വലി എന്റെ ഒരു ഫ്രണ്ട്, ഞാൻ പറഞ്ഞിരുന്നു ശ്രീനാഥ് ഇങ്ങനെ പോഡ്കാസ്റ്റിന് വരുന്നുണ്ടെന്ന്. അപ്പം ആള് ക്യൂറേറ്റ് ചെയ്തതാണ്. ആളൊരു ബഡിങ് സ്റ്റേജ് ആണ്. സോ ആള് ക്യൂറേറ്റ് ചെയ്ത് എടുത്ത കുറച്ച് സാധനങ്ങൾ. അതെ, ഇത് ലൈവ് പ്ലാന്റ്.
നൈസ്. താങ്ക് യു എല്ലാവർക്കും അടിപൊളിയായിട്ടുണ്ട്. ഇത് ജാങ്കോ സ്പേസി വെക്കാം. വെക്കാം. ഇല്ലില്ല, ഞാൻ ഇതെന്റെ വീട്ടിൽ കൊണ്ട് വെക്കുള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. നമുക്ക് വീട്ടില് എന്റെ അമ്മയ്ക്ക് ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ട് കൊടുക്കണ്ട, ഇതേപോലെ കിട്ടുന്നത് കൊണ്ട് കൊടുത്ത് എന്തൊരു സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് ഇഷ്ടപ്പെടും. ഇത് ഇഷ്ടപ്പെടും. പിന്നെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തത് കുട കൊണ്ടുപോയി കളയുന്നത്. അത് ഈ കേരളത്തിലെ എല്ലാ അമ്മമാരുടെയും പ്രശ്നമാണ്. കുട കൊണ്ടുപോയി കളഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കയറാൻ പറ്റില്ല. അത് 1,00,000 കളഞ്ഞാലും കുഴപ്പമില്ല. എന്തായാലും അനു അടിപൊളിയായിട്ടുണ്ട്. എന്റെ മുമ്പിൽ കുറെ കാലം മുമ്പ് ജാങ്കോയില് നമ്മൾ വന്നിട്ടുണ്ട്, ഒരു അവതാരിക ആക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട്. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു സ്കില്ലുണ്ട്, നടക്കും, ഒരു സമയത്ത് നടക്കുന്നു. എല്ലാം നടന്നിട്ടുണ്ട്. കൊണ്ടുവന്നു എന്റെ അച്ചീവ്മെന്റ്. കമോൺ. എന്തായാലും താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു ഫോർ കമ്മിങ്. ഞാൻ ഒരുപാട് താങ്ക്സ് പറഞ്ഞേട്ടാ. എല്ലാത്തിനും കൂടി ചേർത്ത് ഒരെണ്ണം കൂടി പറഞ്ഞേക്കാം. ഓക്കെ, താങ്ക് യു. ഇത്രയും നേരം ശ്രീനാഥ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ പുറത്തായിരുന്നു. അങ്ങനെയല്ല, ഞാൻ വിളിച്ചപ്പോഴേ വന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞാൻ വിളിച്ചപ്പം ഓക്കെ, നോ പറയാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ബിക്കോസ് ഇത്രയും ഒരു പീക്കിൽ എത്തി നിൽക്കുന്ന ഒരാള് നോ പറയാൻ ഓപ്ഷൻ ഉണ്ട്. ഡെഫിനറ്റ്ലി നോ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് നോ പറയാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോ വന്നതിന് താങ്ക് യു സോ മച്ച്. അടുത്ത പടമൊക്കെ കിട്ടുമ്പോ വരണം. ഇത് സ്ഥിരമാക്കല്ലേ, എന്തായാലും വരാം. ഓക്കെ, എന്തായാലും അടിപൊളിയാവട്ടെ. കേരളത്തില് അല്ലെങ്കിൽ മലയാളികൾ എവിടെയൊക്കെ ഉണ്ട് അവിടെ അറിയപ്പെടുന്ന രീതിയിൽ ഈ ചാനലും നിങ്ങൾ എല്ലാവരും എത്തട്ടെ. താങ്ക് യു. ഓക്കെ, അനു, ശ്രീനാഥ് സൈനിങ് ഓഫ്.